ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദേവി ഖഡ്ഗമാല സ്തോത്രം. ശ്രീവിദ്യാ സാധനയില് പഞ്ചദശി ഷോഡശി ഉപദേശത്തിന് ശേഷം ജപിക്കപ്പെടുന്ന രഹസ്യവും പാവനവുമായ മാലാമന്ത്രമാണ് ശ്രീവിദ്യ പഞ്ചദശ മന്ത്രമാല എന്ന് പറയുന്നത്. ശ്രീ ഖഡ്ഗാദി പഞ്ചദശ മാലാമന്ത്രം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ശ്രീവിദ്യ ഉപാസനയില് സാധാരണഗതിയില് ഷോഡശി മന്ത്രോപദേശം, ചില പരമ്പരയില് ഷോഡശി മന്ത്രോപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ശ്രീചക്ര നവാവരണ പൂജയ്ക്ക് അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇതാണ് ശാസ്ത്രവിധി. എന്നാൽ അതിവിസ്താരമായതും പരസഹായം കൂടാതെ തനിച്ച് ചെയ്യാൻ കഴിയാത്തതും വിശേഷാർഘ്യം മുതലായ സാമഗ്രികൾ തയ്യാറാക്കി ചെയ്യേണ്ട ഒരു ബൃഹത് സബരിയാണ് നവാവരണ പൂജ എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ കഴിയാത്ത ഉപാസകർക്ക് വേണ്ടി ശ്രീചക്ര ആവരണങ്ങളിൽ ദേവതയുടെ സ്ഥാനങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു മാനസിക സബരിയ വിധിയായിട്ടാണ് ശ്രീവിദ്യ പഞ്ചദശ മന്ത്രമാല ജപം. മാത്രമല്ല, പഞ്ചദശി വരെ ഉപദേശം ജപിച്ചിട്ടുള്ള ശ്രീവിദ്യ ഉപാസകർക്കും അനുവദനീയമാണ് ഈ മന്ത്രമാലകളുടെ ജപം. ഇനി പഞ്ചദശി മന്ത്രം ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയില്ല എന്നിരിക്കട്ടെ, അവർക്കും ഇത് ജപിക്കാം. കാരണം ഇതിനകത്ത് മന്ത്ര അക്ഷരങ്ങൾ വരുന്നില്ല. അതിനകത്തുള്ള ദേവതമാരെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അത്രത്തോളം ലളിത ത്രിപുരസുന്ദരി അവനവന്റെ ഇഷ്ട ദേവതയാണെങ്കിൽ തീർച്ചയായിട്ടും ഖഡ്ഗമാല സ്തോത്രം അവർക്കും ജപിക്കാം. 15 വ്യത്യസ്ത മാലകളുടെ സമാഹാരമാണ് ഈ പഞ്ചദശ മന്ത്രമാല എന്ന് പറയുന്നത്. ആദ്യത്തെ 5 ശക്തിമാല എന്ന പേരിൽ ശ്രീ ലളിത കാമേശ്വരിയെയും, അടുത്ത 5 ശിവമാല എന്ന പേരിൽ ശ്രീ കാമേശ്വരനായിരിക്കുന്ന ശിവനെയും, ഒടുവിലത്തെ 5 സാമരസ്യ ഭാവത്തിലുള്ള ശിവശക്തി മിഥുനങ്ങളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ശ്രീചക്രത്തിലെ 9 ആവരണങ്ങളിലുള്ള ദേവതമാരെ സ്തുതിക്കുന്ന ഈ മന്ത്രങ്ങൾ. അപ്പൊ ഈ തിഥിമണ്ഡലത്തിലും ഗുരുമണ്ഡലത്തിലും രശ്മികളായി സ്ഥിതി ചെയ്യുന്ന ദേവതാ സ്വരൂപങ്ങളായി ശിവശക്തികളെ ഭാവിച്ച് 9 ആവരണങ്ങളിലുമുള്ള അവരുടെ സ്ഥാനങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ചെയ്യേണ്ട ജപമാണ് പഞ്ചദശമാല മന്ത്രജപം. ഇതിൽ ആദ്യത്തെ ശുദ്ധ ശക്തിമാല മാത്രം ഖഡ്ഗമാല എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ്. ഞാൻ ഈ മാലയെ കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ ജനങ്ങൾക്കും തീർച്ചയായും ജപിക്കാൻ സാധ്യമാണ്. പക്ഷെ ഇതിന്റെ ശരിയായ പൂർണ്ണമായ ഉപാസന രീതി ഈ 15 മാലകളെയും ചൊല്ലി ജപമായിട്ടോ കുങ്കുമ പുഷ്പാർച്ചനയായിട്ടോ ചെയ്യുന്നതാണ്. കൂടാതെ ശ്രീചക്ര മേരുവിൽ ആദ്യത്തെ ശുദ്ധ, അതായത് സമ്പുദ്ധ്യന്തമാല നമുക്ക് കുങ്കുമാർച്ചനയായിട്ടും, നമോന്തമാല പുഷ്പാർച്ചനയായും, സ്വാഹാന്തമാല നെയ് കൊണ്ടുള്ള ഹോമമായിട്ടും, തർപ്പണാന്തമാല വിശേഷാർഘ്യം കൊണ്ട് തർപ്പണമായിട്ടും, ജയാന്തമാല സ്തുതിയായിട്ടും ചെയ്യുന്നതിനെയാണ് നമ്മൾ നവാവരണ പൂജ എന്ന്, ശ്രീചക്ര നവാവരണ പൂജ എന്ന് പറയുന്നത്. ഹോമം മുതലായവയ്ക്ക് തുല്യമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സബരിയ വിധിയും കൂടിയാണിത്. അപ്പോ ഈ എന്താ പറയാ, ഖഡ്ഗമാലയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ് ഖഡ്ഗമാല ഇല്ലേ? കാരണം ഇതില് ലളിത രഹസ്യ പരിശിഷ്ട തന്ത്ര അന്തർഗതമാണ് ഈ ശ്രീവിദ്യ മാല മന്ത്രോദ്ധാരം എന്ന് പറയുന്നത്. കാരണം ഇത് ദേവദേവനും സർവജ്ഞനും കരുണാനിധിയുമായിട്ടുള്ള ഭഗവാനെ കകാരത്തിൽ തുടങ്ങുന്ന കാമരാജ വിദ്യയാകുന്ന പഞ്ചദശിയിൽ നിന്നും 15 വിധമായിട്ട് ഉദ്ഭവിച്ച, അതായത് ഖഡ്ഗാദി മാലാ മന്ത്രങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് വിവരിച്ചു തരണമെന്ന് ദേവി ആവശ്യപ്പെടുകയാണ് ഭഗവാനോട്. അപ്പൊ ശ്രീ പരമേശ്വരൻ അമ്മയോട് പറയുകയാണ്, പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന ശ്രീചക്ര മഹാരാജ്ഞിയായിരിക്കുന്ന ദേവി സ്മരണമാത്രയിൽ സകല സിദ്ധികളും കരസ്ഥമാക്കുന്നതും മഹത്തായ ഉദ്ഭവത്തോടു കൂടിയതുമായ ഖഡ്ഗാദി പഞ്ചദശ മാലാ മന്ത്രങ്ങളെ കുറിച്ച് ഞാനത് പറഞ്ഞു തരാം. കാരണം നമ എന്നുള്ള ശബ്ദത്തോടു കൂടിയ തുടങ്ങുന്ന ത്രിപുരസുന്ദരി എന്ന ഒരു നാമം, പിന്നെ ഹൃദയം മുതൽ അസ്ത്രം വരെയുള്ള ഷഡംഗങ്ങൾക്കും ദേവതയായിരിക്കുന്ന ഹൃദയദേവി മുതൽ അസ്ത്രദേവി വരെയുള്ള 6 നാമങ്ങൾ, കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള 15 നിത്യാദേവതകളും, പിന്നെ 16ാമതായിട്ട് വരുന്ന മഹാനിത്യ എന്ന ഒരു നാമവും, പിന്നെ പരമേശ്വരി എന്ന ഒരു നാമവും, ദിവ്യൗഖം, സിദ്ധൗഖം, മാനൗഖം എന്നിങ്ങനെ ഗുരുക്കന്മാരുടെ യഥാക്രമം 4, 6, 8 നാമങ്ങളും, പിന്നെ അണിമാതി സിദ്ധി ദേവതകളുടെ 10 നാമങ്ങള്, ബ്രാഹ്മി മുതലായ അഷ്ടമാതൃക്കളുടെ 8 നാമങ്ങള്, എല്ലാം കൂടി 60 നാമങ്ങള്. കാരണം ഇത് ശരിക്കും പറഞ്ഞാല് ഷഡ് മനുക്കളെ കുറിക്കുന്നു, ചതുർവേദങ്ങളെ കുറിക്കുന്ന 4, നാഗ അതായത് അഷ്ടനാഗങ്ങളെ കുറിക്കുന്ന 8, ഇങ്ങനെയും പറയാറുണ്ട്. അപ്പോ സർവ സംക്ഷോഭിണി തുടങ്ങിയ 10 മുദ്രാദേവികളെ, കാമാകർഷിണി മുതലായിട്ടുള്ള ആകർഷണ പദം ഘടിപ്പിച്ചിട്ടുള്ള 16 ദേവതകള്,
അനങ്കപദം ചേർത്തിട്ടുള്ള അനങ്ക കുസുമ തുടങ്ങിയ 8 ദേവതകള്, പിന്നെ സർവശബ്ദത്തിൽ തുടങ്ങുന്ന 3 ഗണങ്ങളായിട്ടിരിക്കുന്ന സർവ സംക്ഷോഭണി തുടങ്ങിയ 14 ദേവതകള്, സർവസിദ്ധിപ്രദ മുതലായിട്ടുള്ള 10 ദേവതകള്, സർവജ്ഞ മുതലായിട്ടുള്ള 10 ദേവതകള്, ഇവയെല്ലാം കൂടെ 68 നാമങ്ങള്. ആദ്യത്തേത് 60-ഉം പിന്നെയുള്ള 68-ഉം, അങ്ങനെ 128 നാമങ്ങള്. അപ്പോ ഈ പറയുന്ന വശിന്യാദി വാഗ്ദേവതകളുടെ നാമങ്ങള് 8 ഉണ്ട്. 8ാമത്തെ ആവരണമായിരിക്കുന്ന മൂല ത്രികോണത്തിലുള്ള ആയുധങ്ങൾ 4, മഹാ എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടിയ ദേവികൾ 4, പിന്നെ മഹാഭട്ടാരിക എന്നുള്ള ദേവിയുടെ സംബോധന 1, അങ്ങനെ 17 നാമങ്ങള്. ഇതുവരെ ഉള്ളത് 128-ഉം കൂടി കൂട്ടുമ്പോൾ 145 നാമങ്ങൾ. ഈ ത്രൈലോക്യ മോഹന ചക്രം മുതലുള്ള ചക്രങ്ങളിലെ ആവരണ ദേവതകളുടെ നാമങ്ങളുടെ ഒടുവിൽ അതാത് ചക്രങ്ങളുടെ പേരുകൾ ഘടിപ്പിച്ചിട്ടുള്ള ത്രൈലോക്യ മോഹന ചക്ര സ്വാമിനി, അങ്ങനെയുള്ള നാമങ്ങള് പ്രകട യോഗിനി മുതലായിട്ടുള്ള 9 യോഗിനികളുടെ നാമങ്ങൾ ചേരുന്നതാണ്. അതുകൊണ്ട് 18 നാമങ്ങളും കൂടിയാണിത്. അതിനുശേഷം ത്രിപുരാദി 9 ചക്രേശ്വരികളുടെ നാമങ്ങളും മഹാമഹേശ്വരി, മഹാമഹാരാജ്ഞി, അങ്ങനെ മഹാമഹ എന്ന് ആരംഭിക്കുന്ന 9 നാമങ്ങള്. അങ്ങനെ നോക്കുമ്പോൾ 181 നാമങ്ങള്, 181. അപ്പൊ അത് കഴിഞ്ഞ് നമസ്തേ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ചേർക്കണം. ഒടുവില് സ്വാഹ എന്നുള്ള ശബ്ദം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് പ്രണവത്തോടു കൂടിയ ലക്ഷ്മി, മായ, വാഗ്ബീജങ്ങൾ നേരായിട്ടും ശ്രീം ഹ്രീം ഐം ഓം എന്നും ആദ്യന്തമായിട്ടും ഓം ഐം ഹ്രീം ശ്രീം എന്നും പിന്നെ നമസ്തേ എന്ന് 3 പദങ്ങള്, സ്വാഹ എന്നിവ ചേർത്ത് 193 പദങ്ങളുമുണ്ട്. ഈ മന്ത്രമാല എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ മിഥുന ഭേദത്തോടു കൂടി 3 വിധത്തിലാണ് നമ്മൾ ജപിക്കാറുള്ളത്. അവ ഓരോന്നും ശുദ്ധമാല, നമോന്തമാല, സ്വാഹാന്തമാല, തർപ്പണാന്തമാല, ജയാന്തമാല. അതായത് സ്ത്രീ പുരുഷ മിഥുന ഭേദം എന്നത് ശക്തി, ശിവ, ശിവശക്തി മിഥുനം എന്നിവയാണ് പറയുന്നത്. അങ്ങനെ ശക്തിമാല 5-ഉം ശിവമാലയും അതുപോലെ തന്നെ 5-ഉം ശിവശക്തി ദ്വന്ദ്വമാല 5-ഉം ആയതുകൊണ്ട് ആകെ 15. അപ്പൊ ഈ ശുദ്ധ നമോന്ത സ്വാഹാന്ത തർപ്പണാന്ത ജയാന്ത നാമങ്ങള് 5 രീതിയിലാണ് പ്രായോഗികമാകുന്നത്. ശുദ്ധനാമങ്ങൾ സംബോധനയായിട്ട് ജപത്തിനും നമോന്ത നാമങ്ങൾ പാതുകാം പൂജയാമി എന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. കാരണം അത് പൂജയ്ക്കും, സ്വാഹാന്ത നാമങ്ങൾ ഹോമത്തിനും, തർപ്പയാമി എന്ന് അവസാനിക്കുന്ന നാമങ്ങൾ തർപ്പണത്തിനും, 5ാമത്തെ വർഗമായിരിക്കുന്ന ജയ ജയ എന്നുള്ള ജയാന്ത നാമങ്ങൾ സ്തുതിക്കും പറഞ്ഞിട്ടുള്ളവയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശുദ്ധ സമ്പുദ്ധ്യമാല ചെയ്യുന്നത് സാധാരണഗതിയിൽ കുങ്കുമാർച്ചനയായിട്ടാണ്. അപ്പൊ 5ാമത്തെ തർപ്പണാന്തമാല വിശേഷാർഘ്യം അഥവാ ജലം ഉപയോഗിച്ചും ചെയ്യുക പതിവുണ്ട്. ഇപ്രകാരം 5 വിധത്തിൽ യോജിച്ചാണ് ശിവ ശക്തി, ശിവം, മിഥുനം എന്നീ 3-ഉം ശ്രീ ലളിതാ മന്ത്രമായിരിക്കുന്ന പഞ്ചദശ മന്ത്രമാലയില് ആ മന്ത്രമാലയായി ഭവിച്ചിരിക്കുന്നത്. 15 അക്ഷരമാണല്ലേ. ഇത് 3-ഉം കൂടെ ചേർന്നതാണ് ഈ പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധനാമങ്ങളും ജയാന്ത നാമങ്ങളും സംബോധന വിഭക്തിയിലും, നമോന്ത നാമങ്ങളും സ്വാഹാന്ത നാമങ്ങളും ചതുർത്ഥി വിഭക്തിയിലും, തർപ്പണാന്ത ദ്വിതീയ വിഭക്തിയോടുകൂടിയുമാണ് പ്രയോഗിക്കുന്നത്. ശുദ്ധ ഒരു നമോന്താദി 5 വിധം മാലകളുടെ ഭേദങ്ങള്, അതായത് ഹേ വരവർണിനി, ഇങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ ശക്തി ശിവ മിഥുനമാലകൾക്ക് ക്രമേണ കാതിവിദ്യയായിരിക്കുന്ന പഞ്ചദശി മന്ത്രത്തിന്റെ കകാരാദി വർണ്ണങ്ങളിൽ നിന്നും സമുദ്ധിതങ്ങളാണ്. ഈ സർവ ആഗമങ്ങളിലും ഗോപ്യമായിരിക്കുന്ന പഞ്ചദശിയുടെ പഞ്ചദശാക്ഷരങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്ന ഈ മന്ത്രങ്ങൾ ത്രിതാരിയിലും, ത്രിതാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ശ്രീവിദ്യ മന്ത്രമാണ് ഐം ഹ്രീം ശ്രീം. താരക മന്ത്രമായിരിക്കുന്ന പ്രണവത്തോടുകൂടിയും ഹൃദയന്യാസത്തിന് ഉപയോഗിക്കുന്ന നമ എന്ന ശബ്ദം കൊണ്ടും സാമ്രാജ്യാന്തത്തിലുള്ള ത്രിപുരസുന്ദരി എന്ന ആഹ്വാന പദങ്ങള് ആകെ 181 അപ്പൊ സംബോധന പ്രഥമ ഏകവചനത്തിൽ നമസ്തേ എന്ന് 3 പ്രാവശ്യം, പിന്നെ സ്വാഹ ശബ്ദവും ചേർന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ ശക്തിമാലയുടെ ഇതേ പ്രകാരം തന്നെയാണ് മറ്റു 2 മാലകളും, അതായത് ശിവമാലയും മിഥുനമാലയും. അപ്പൊ ഈ നമോന്ത ശക്തിമാല മുതൽ ജയാന്ത മിഥുനമാല വരെയുള്ള 15 മന്ത്രമാലകളിലും സംബോധന ശക്തിമാലയുടെ നമസ്തേ 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 സ്വാഹ എന്ന രീതിയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും ഈ പഞ്ചദശ മന്ത്രമാല ജപിക്കേണ്ടതുണ്ടോ എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് സകല പാപങ്ങളിൽ നിന്നും വിമുക്തമായി പുണ്യം പ്രാപിക്കുന്നു. 15 ദിവസം ആവർത്തിച്ച് ഈ പഞ്ചദശമാല ജപിക്കുമ്പോൾ അസാധ്യമായ ഏതൊരു സ്ത്രീയും മോഹിതമായിട്ട് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പൊ സുവാസിന്യർച്ചന പ്രീത, നമ്മളിത് ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണില്ലേ. ആ ഭരദേവതയുടെ
സ്വരൂപം പ്രാപിച്ചിരിക്കുന്നവരുമായിട്ടുള്ള കളങ്കമറ്റ സുവാസിനികൾ. അതായത് മന്ത്രദീക്ഷ കൈക്കൊണ്ടിട്ടുള്ളവരെന്നാണ് അർത്ഥം. സുവാസിനികൾ എന്ന് പറഞ്ഞാല് സുവാസം ചെയ്തവർ, നല്ല മനസ്സോടുകൂടി ദേവി വാസമുറപ്പിച്ച ശരീരത്തോടു കൂടിയവർ, അവര് ചെയ്യുന്ന അർച്ചന, അതാണ് സുവാസിനി അർച്ചന പ്രീത എന്ന് പറയുന്ന അമ്മേ. അവര് പൂജിക്കുന്നത് കൊണ്ട് ആ ഒരു എന്താ പറയാ സദാചാരത്തില് ഊന്നിക്കൊണ്ടുള്ള ആ ഒരു മന്ത്രമാല ദേവിക്ക് അത്യധികം സന്തോഷം കൊടുക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഇനി ഒരു മാസം മുഴുവനും ഈ ഉത്തമമായ മന്ത്രമാല ജപിച്ചാല് അസാധ്യം, യാപ്യം, സാധ്യം 3 തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. അസാധ്യം എന്ന് പറഞ്ഞാല് വൈദ്യശാസ്ത്രത്തിലെ ചികിത്സാവിധി ഇല്ലാത്ത രോഗങ്ങൾ. യാപ്യം എന്ന് പറഞ്ഞാല് വളരെ പ്രയത്നിച്ചാൽ ചിലപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗങ്ങൾ. സാധ്യം എന്ന് പറഞ്ഞാൽ സുലഭമായി ചികിത്സിച്ച് മാറ്റാവുന്ന രോഗങ്ങൾ. ഈ 3 തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഇത് ജപിച്ചാല് അവർക്ക് മുക്തി ലഭിക്കും. ഈ പഞ്ചദശ മന്ത്രമാല നിത്യം ജപിക്കുന്ന പുണ്യശരീരിയായി തീരുന്ന സാധകൻ അഗ്നി പോലെ ജ്വലിക്കുന്നു എന്ന് പറയുന്നു. അവനെ കണ്ടയുടൻ തന്നെ സകലവിധ ഭൂത പ്രേത പിശാചുക്കളും ഓടിപ്പോകുന്നു. ഈ മന്ത്രമാലയുടെ അതായത് നമോന്ത, സ്വാഹാന്ത, തർപ്പണാന്ത ഭാഗങ്ങളെ പുഷ്പം, ഹോമദ്രവ്യം, ജലം മുതലായവ ഇല്ലെങ്കിൽ പോലും കേവലം ജപം കൊണ്ട് മാത്രം തന്നെ അതിന്റെ മന്ത്രശക്തി പ്രഭാവം സിദ്ധിക്കുന്നതാണ്. ഈ പഞ്ചദശ മന്ത്രമാല ജപം മുഴുവനും ഓരോ ദിവസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആദ്യത്തെ ശുദ്ധശക്തി സമ്പുദ്ധ്യന്തമാല മാത്രം ത്രിസന്ധ്യകളിൽ ജപിക്കുന്നത് കൊണ്ട് 15 മാലകളും ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം പ്രദാനം ചെയ്യുന്നു. അതാണ് നമ്മൾ ഖഡ്ഗമാല സ്തോത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ആ ഒരു ശുദ്ധശക്തി സമ്പുദ്ധ്യന്തമാല. കാരണം ഇതില് ഋഷി, ഛന്ദസ്, ദേവത, വിനിയോഗങ്ങൾ ഇത് നിർബന്ധമായും ചൊല്ലിയിരിക്കണം. പിന്നെ ധ്യാന ശ്ലോകത്തോടു കൂടി തുടക്കത്തിൽ തന്നെ വരുന്ന അതായത് ഫലശ്ലോകങ്ങളെയും ചൊല്ലേണ്ടതാണ്. ഋഷി ദേവതകളുടെ വിശേഷണങ്ങൾ പ്രത്യേകം പറയേണ്ടതും ഉണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഉപസ്ഥം, വായു, പാദം, പാണി, വാക്ക് 5 ഇന്ദ്രിയങ്ങളും ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ചക്ഷുരേന്ദ്രിയം, ത്വക്കേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രകൃതി, പുരുഷൻ എന്ന 5 തത്വങ്ങളും അധിഷ്ഠാനമാക്കിയിരിക്കുന്ന അരുണാദി വിഷ്ണുവാന്തമുള്ള 12 ആദിത്യന്മാരും പിന്നെ പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നീ 3 കാലങ്ങളിലെയും സൂര്യന്മാരുമാണ് യഥാക്രമം 15 ഋഷികളുടെ വിശേഷണങ്ങൾ. നമ്മൾ ഏറ്റവും ഒടുവിലുള്ള 3 മാലകൾക്ക് ബ്രഹ്മാത്മക, വിഷ്ണുവാത്മക, രുദ്രാത്മക എന്നുകൂടെ ചേർക്കേണ്ടതാണ്. കാരണം എല്ലാ ഋഷികളും ഭൈരവന്മാരായിട്ട് പരിഗണിക്കപ്പെടുന്ന ആ ഒരു സമയികളുടെ സമ്പ്രദായമാണ് ഭാസ്കരരായർ ഇതിനകത്ത് പറയുന്നത്. കാരണം ആ ഒരു ഭൈരവാത്മന, ആ ഒരു സർവത്ര ഋഷയ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അരുണ, മിത്ര, ധാത്ര, ആര്യമ, അംശുമാൻ, ഭഗ, ഇന്ദ്ര, വിവസ്വ, ഊഷ, സവിത്ര, വഷ്ട, വിഷ്ണുവാദി ആയിട്ടുള്ള ദ്വാദശാദിത്യ നാമങ്ങളോടുകൂടി ആദ്യത്തെ 12 ഋഷികള്, ബ്രഹ്മ, വിഷ്ണു, രുദ്രാദി നാമങ്ങളോട് കൂടിയവരാണ് ഒടുവിലത്തെ 3 ഋഷികള്. അങ്ങനെ ആകെ 15 ഋഷികളാണ് ഇതിനുള്ളത്. ഇനി 15 മന്ത്രമാലകളുടെയും ഛന്ദസ് യഥാക്രമത്തിലെ ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ് ഛന്ദ, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്പ്, ജഗതി, അതിജഗതി, ശാക്വരി, അതിശാക്വരി, അഷ്ടി, അത്യഷ്ടി, ധൃതി, അതിധൃതി, പിന്നെ 15ാമത്തത് കൃതി എന്നിവയാണ്. ഇനി ദേവതകളെ കുറിച്ച് നമുക്ക് പറയാം. ഇത് ആരാണ്? സാക്ഷാൽ ശിവഭഗവാൻ ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ദേവതകളെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം 3 ബീജങ്ങളാകുന്ന ഭുവനസ്ഥ, അതായത് ഭുവനേശ്വരി, ആ ബീജമാണ് ഹ്രീംകാരം അല്ലെ. മരുത എന്ന് പറഞ്ഞാൽ കകാരം, പിന്നെ മരുതത്വ എന്ന് പറഞ്ഞാൽ ലകാരം. അതിൽ തുടങ്ങി ആദ്യത്തെ കൂടത്തിൽ വരുമ്പോൾ സാത്വികമെന്നും ഒടുവിലത്തെ കൂടത്തിൽ വരുമ്പോൾ രാജസികമെന്നും രണ്ടാമത്തെ കൂടത്തിൽ വരുമ്പോൾ താമസികമെന്നും വിശേഷണങ്ങളോട് കൂടി വരും. അപ്പോ വ്യോംന എന്നത് ആകാശ ബീജമായിരിക്കുന്ന ഹകാരം, ചന്ദ്രമസ എന്ന് പറയുന്നത് സകാരം. ഈ 2 ബീജങ്ങളും ആദ്യം വരുമ്പോൾ ഭോഗമെന്നും രണ്ടാമത് ആവർത്തിക്കുമ്പോൾ മോക്ഷമെന്നും വിശേഷണങ്ങൾ ചേരും. അതുപോലെ അക്ഷരമാലയിലെ 11ാമത്തെ സ്വരാക്ഷരമായിരിക്കുന്ന ഏകാരം, 4ാമത്തെ സ്വരമായിരിക്കുന്ന ഈകാരം ഭോഗം, മോക്ഷം എന്ന ക്രമത്തില് വിശേഷണങ്ങളോട് ചേർന്ന് വരും. ഈ 15 മന്ത്രമാലകളും പഞ്ചദശി മന്ത്രത്തിന്റെ 15 ബീജങ്ങളിൽ അധിഷ്ഠിതമാണ്. ഈ 2 ശ്ലോകങ്ങളിൽ വിവരിച്ചിട്ടുള്ള സാത്വിക കകാര, ഭോഗത, ഏകാര, മോക്ഷത, ഈകാര, സ്വാത്വിക ലകാര, സ്വാത്വിക ഹ്രീംകാര, ഭോഗത, ഹകാര, ഭോഗത, സകാര, ഇങ്ങനെ പറയുന്ന എല്ലാം തന്നെ ആ ഒരു രീതിയിലാണ് യഥാക്രമം മന്ത്രമാലയുടെ ദേവതകളുടെ വിശേഷണങ്ങൾ പറയുന്നത്.
അങ്ങനെ കകാരാദി ഹ്രീങ്കാര അന്തമുള്ള ഈ 15 ബീജാക്ഷരങ്ങളും ശക്തിയും ശിവനും ഇരിക്കുന്ന ഗുരുപീഠങ്ങൾ തന്നെയാണ്. ഇതിലെല്ലാം തന്നെ ശിവശക്തികളുടെ നാമങ്ങളും ഭിന്നമാണ്. കാമേശ്വര എന്നത് ശ്രീ പരമേശ്വരനെ കുറിക്കുന്നു. അപ്പോ ഇതിനകത്ത് പാത്മ സ്കന്ദാദി പുരാണങ്ങളിലെ ദേവിയുടെ പീഠങ്ങള് 108 പീഠങ്ങൾ ഉണ്ടെന്ന് പറയണു. ശിവപീഠങ്ങൾ 68 പറഞ്ഞിരിക്കുന്നു. അവയിലെല്ലാം തന്നെ ശിവനാമങ്ങളും ശക്തിനാമങ്ങളും വേറെ വേറെ ആണെന്നുള്ളത് പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഈ പഞ്ചദശ മാലയിലെ ഓരോ മാലയിലും ശിവശക്തികളുടെ നാമങ്ങളും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് പഞ്ചദശ മാലയില് ആദ്യത്തെ ശുദ്ധശക്തി സമ്പുദ്ധ്യ അന്തമാലയില് കാമേശ്വരൻ എന്ന പദം 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലെ ആദ്യത്തേത് വിശേഷണമായിട്ടുള്ള നാമവും രണ്ടാമത്തത് ശ്രീ പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലളിത എന്നത് ശ്രീ പരാശക്തിയെ കുറിക്കുന്ന വിശേഷണമാണ്. വിശേഷണ നാമങ്ങൾ ഓരോ മാലയ്ക്കും വേറെ വേറെ ആയിട്ടുണ്ട്. പരാപട്ടാരിക എന്ന് പറയുന്നത് മഹാഗുരു സ്വരൂപിണിയായിരിക്കുന്ന ബഹുമാന സൂചകമായിട്ട് ഒടുവിൽ വരുന്നതാണ്. ആദ്യത്തെ 5 ശക്തിമാലകളിലും ശിവാംഗ നിലയായിരിക്കുന്ന ശക്തി എന്നത് വളരെ പ്രധാനമാണ്. ഇപ്രകാരം ആദ്യത്തെ സമ്പുദ്ധ്യന്ത മാലയില് ശക്തിമാലയില് സാത്വിക കകാര ഭട്ടാരക പീഠസ്ഥിത ശ്രീ കാമേശ്വര നാമക മഹാകാമേശ്വര ശിവാംഗ നിലയ ശ്രീ കാമേശ്വരി നാമക മഹാകാമേശ്വരി ലളിത മഹാത്രിപുര സുന്ദരി പരാഭട്ടാരികായേ പരാഭട്ടാരികമ്പായേ ദേവതായേ നമ എന്നാണ് പറയുന്നത്. ആ ഒരു ദേവതാ ന്യാസത്തിൽ അത് സ്തുതിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ കാമേശ്വര നാമം എന്നതിന് ശ്രീ കാമേശ്വരൻ എന്ന വിശേഷണത്തോടു കൂടിയ ആ ഒരു വിശേഷ നാമം എടുക്കണം നമ്മള്. അപ്പൊ ശ്രീ കാമേശ്വരി നാമക എന്നുള്ളതിന് ശ്രീ കാമേശ്വരി എന്ന വിശേഷ നാമത്തോടു കൂടിയ ദേവി എന്നർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ അത് എടുക്കേണ്ടത്. രണ്ടുപേരും, അതായത് ഇതിനകത്ത് രണ്ടുപേരും പഞ്ചദശി മന്ത്രത്തിന്റെ ആദ്യാക്ഷര പീഠത്തിലെ ശിവശക്തികളുടെ വിശേഷ നാമങ്ങൾ തന്നെയാണ്. ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത് ശിവനും ശക്തിയും തന്നെയാണ്. 6 മുതൽ 10 വരെയുള്ള 5 ശിവമാലകളില് ലളിത മഹാത്രിപുര സുന്ദരിയാൽ വിഭൂഷിതമാക്കപ്പെട്ട അംഗത്തോടു കൂടിയ കാമേശ്വര ശിവൻ. ഒടുവിലത്തെ 5 മിഥുനമാലയിലെ ശിവശക്തികളെ പരസ്പര ആലിംഗന നിലയമായിട്ടുള്ളതാണ് ദേവതാ ന്യാസത്തിൽ സ്തുതിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ശുദ്ധ ശിവ സമ്പുദ്ധ്യന്ത മാലയില് ഭോഗത ഹകാര ഭട്ടാരിക പീഠസ്ഥിത ശ്രീ ഹലിനി നാമക മഹാകാമേശ്വരി ലളിത മഹാത്രിപുര സുന്ദരി വിഭൂഷിതാംഗ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അവിടെ നമ്മള് ഹലിക നാമക മഹാകാമേശ്വര ശിവഭട്ടാരക ദേവതായി നമ എന്ന് ശിവശക്തി മിഥുനത്തെ പറയുകയാണ് അവിടെ. അപ്പൊ താമസ ഹ്രീങ്കാര ഭട്ടാരക പീഠസ്ഥിത അപ്പൊ പരസ്പരാംഗ നിലയ ശ്രീ ഹിരണ്യ നാമക മഹാകാമേശ്വരി ലളിത മഹാത്രിപുര സുന്ദരി എന്നും പറയുന്നുണ്ട്. ഇതിനെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഹൃദയേശ്വര നാമക മഹാകാമേശ്വര ശിവഭട്ടാരക മിഥുന അഖണ്ഡ ദ്വൈത പരമാനന്ദ പരമാർത്ഥ പരബ്രഹ്മ തത്വമൂർത്തയെ ദേവതായെ നമ എന്ന് വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് മിഥുനം എന്നുള്ള വാക്കെന്താ, ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെ ആദ്യത്തെ ശക്തിമാലകളുടെ ദേവത വിശേഷ നാമങ്ങള് കാമേശ്വരനോട് കൂടിയ കാമേശ്വരി, ഏകവീരനോട് കൂടിയ ഏകല, ഈശ്വരനോട് കൂടിയ ഈശ്വരി, ആ ഒരു രാക്ഷസാരനോട് കൂടിയ ലളിത, ആ ഒരു ഹൃച്ഛയോട് കൂടിയ ഹൃലേഖ. ഇങ്ങനെയാണ് പറയുന്നത് ഇതിന്റെ നാമങ്ങള്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മന്ത്രമാലയുടെ വിനിയോഗത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് എന്താ പറയാ, ഈ ഒരു പ്രധാന ഖഡ്ഗമാല കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് എന്ന് ദേവി ചോദിക്കുകയാണ്. അതിന് ശിവൻ പറയുകയാണ്, പ്രിയെ സാവധാനം കേട്ടാലും ഇതിന്റെ മന്ത്രമാലകളുടെ വിനിയോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്താണ്? ഖഡ്ഗസിദ്ധി, ഭാതുകാസിദ്ധി, അഞ്ജനസിദ്ധി, ബിലസിദ്ധി, വാക്സിദ്ധി, ദേഹസിദ്ധി, ലോഹസിദ്ധി, അണിമാസിദ്ധി, അഷ്ടസിദ്ധി, വശ്യസിദ്ധി, ആകർഷണ സിദ്ധി, സമ്മോഹന സിദ്ധി, സ്തംഭന സിദ്ധി, നിത്യാനന്ദ സിദ്ധി, പുരുഷാർത്ഥ സിദ്ധി, ഭോഗമോക്ഷ സിദ്ധി എന്ന 15 ഫലങ്ങളാണ് ഈ മന്ത്രമാല ജപത്തിന് പറയപ്പെടുന്നത്. കാരണം മോക്ഷയിച്ഛുവായിരിക്കുന്ന സാധകൻ അഥവാ സാധിക ഈ പറഞ്ഞിട്ടുള്ള സിദ്ധികളെ അക്ഷരാർത്ഥത്തിൽ ലൗകിക സിദ്ധിയായിട്ടല്ല എടുക്കേണ്ടത്. കാരണം ഈ 15 സിദ്ധികളുടെ സൂക്ഷ്മാർത്ഥം എന്താണെന്ന് പറഞ്ഞാല്, ആ ഒരു അരിഷഡ്വർഗങ്ങളിൽ നിന്നുള്ള ആത്മരക്ഷ, സന്മാർഗങ്ങളിൽ ചരിക്കുന്നതിനുള്ള സദാചാരം, മായാമല ബോധമാകുന്ന നിരഞ്ജന സിദ്ധി, ഏകാന്തവാസ തൽപരത, മൗനനിഷ്ഠ,
കർമ്മമല ബോധമാകുന്ന നിർലേപ സിദ്ധി, ഭൂതദയ, ത്യാഗശീലം, പ്രപഞ്ചോപശമം, ജഗത്തോട് തുച്ഛഭാവം, ഇന്ദ്രിയ ജയം, വൈരാഗ്യം, നിത്യാനന്ദ സിദ്ധി, ധർമ്മ പുരുഷാർത്ഥ സിദ്ധി, മോക്ഷസിദ്ധി. ഇങ്ങനെ 15 ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഇതിന്റെ സൂക്ഷ്മ തലങ്ങൾ. കാരണം നമ്മൾ ഈ ഗുണങ്ങൾ കിട്ടുന്നു, അഷ്ടസിദ്ധി, വശ്യസിദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മോക്ഷ സാധനയിൽ വളരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണെന്ന് അർത്ഥം. ഇനി ജപാരംഭത്തിൽ അത്യാവശ്യം ചൊല്ലേണ്ട ഫലശ്ലോകങ്ങൾ നമുക്ക് പറയാം. കാരണം താദൃശം ഖഡ്ഗമാപ്നോതി, അത് ഇനി ഞാൻ വിവരിക്കുന്നുണ്ട്. ഇത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഫലശ്ലോകങ്ങൾ 1-2 പറയണം. അതായത് ഏതൊരു ഖഡ്ഗം കയ്യിലിരിക്കുമ്പോൾ 18 ദീപങ്ങളുടെയും സാമ്രാട്ടായി തീരുന്നുവോ അത്തരത്തിലുള്ള ഖഡ്ഗം ഭക്തൻ കൈവരിക്കുന്നു. ഏതൊരു പാദുകങ്ങൾ ധരിച്ചാൽ 3 ഭുവനങ്ങളും ക്ഷണം കൊണ്ട് കടക്കാൻ സാധിക്കുന്നുവോ അത്തരത്തിലുള്ള പാദുകങ്ങൾ നിന്റെ ഭക്തൻ കൈവരിക്കുന്നു. ഏതൊരു സിദ്ധാഞ്ജനം നേടി കണ്ണിൽ എഴുതുന്നത് കൊണ്ട് സർവത്ര നിധികൾ കാണാൻ സാധിക്കുന്നുവോ അത്തരത്തിലുള്ള അഞ്ജന സിദ്ധിയാൽ നിന്റെ ഭക്തൻ സമർത്ഥനാകുന്നു. ഭൂമിയിലും പർവ്വതങ്ങളിലുമുള്ള ബിലദ്വാരങ്ങൾ തുറന്ന് പാതാളതലത്തിലുള്ള യോഗികളെ വീക്ഷിച്ച് അവരിൽ നിന്നും സിദ്ധി ലഭിച്ചവരായിട്ട് നിന്റെ ഭക്തർ സുഖിയായി തീരുന്നു. ഭഗവാൻ ശിവൻ ദേവിയോട് പറയുന്നതാണിത്. വാക്സിദ്ധി 2 തരത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ശാപാനുഗ്രഹങ്ങൾക്കായിട്ടും മഹാകവിത്വ സിദ്ധിയായിട്ടും ഇത് രണ്ടും നിന്റെ ഭക്തന് കൈവരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലെ ഉപാസനയിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തടസ്സങ്ങള്, നമ്മളെ കർമ്മദോഷങ്ങള്, അല്ലെ, നമുക്ക് ശാപങ്ങൾ വരാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമുക്ക് പലതും സംഭവിക്കാം. അതാണ് നമുക്ക് ശാപങ്ങൾ എന്ന് പറയുന്നത്. ആ ശാപങ്ങള്, അത് ആ ഒരു ശാപാനുഗ്രഹങ്ങൾക്ക്, അതായത് ശാപങ്ങളെ മാറ്റി അനുഗ്രഹങ്ങളാക്കിയിട്ട് തീർക്കാൻ ഈ ഖഡ്ഗങ്ങള് നമുക്ക് പ്രയോജനപ്പെടും. ഒരിക്കലും ഒരു വിധത്തിലും ക്ഷയിക്കാത്ത ഉരുക്കിയ കാച്ചിയ സ്വർണത്തിന്റെ നിറം ഹേ പാർവതി നിന്റെ ഭക്തന് ലഭിക്കുന്നു. ഇത് ഭഗവാൻ തന്നെ പറയുന്നതാണ്. അതായത് ശിവതുല്യനായ നിന്റെ ഭക്തൻ ആ ഒരു ഹസ്തസ്പർശനമേറ്റാൽ 8 വിധത്തിലുള്ള ലോഹവും സ്വർണമായിട്ട് തീരും എന്ന് പറയുന്നു. അണിമ, മഹിമ തുടങ്ങിയ സിദ്ധികൾ വിചാരിച്ച മാത്രയിൽ തന്നെ ഭക്തന്റെ ശരീരത്തിലെ നൈസർഗിക ഗുണങ്ങളായിട്ട് തീരുന്നു. സ്വന്തം ഭൃത്യരെ പോലെ ശരീരവും അർത്ഥവും പ്രാണനും അർപ്പിച്ച് വശീഭൂതരായ രാജാക്കന്മാർ നിന്റെ ഭക്തരെ സേവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നിന്റെ ഭക്തന്മാര് നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവരുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഭക്തനെ കണ്ട മാത്രമല്ല ശത്രുക്കളുടെ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും സ്തംഭിച്ച് അവർ തപ്തരായി നിഷ്ക്രിയരായി തീരുന്നു. അല്ലയോ പരമേശ്വരി, നിന്റെ പാദങ്ങളെ ഭജിക്കുന്നവർക്ക് അലൗകികമായിട്ടുള്ളതും ലൗകികമായിട്ടുള്ള എല്ലാ ആനന്ദങ്ങളും സുഖങ്ങളും സദാ ലഭിക്കുന്നുവെന്ന് സാക്ഷാൽ പരമശിവൻ പാർവതീദേവിയായിരിക്കുന്ന കാമേശ്വരിയോട് പറയുകയാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷാദികളായിരിക്കുന്ന 4 നിന്റെ ഭക്തർക്ക് നിഷ്പ്രയാസം നൽകുന്നു. ഭോഗം പ്രദാനം ചെയ്യുന്ന ഏതൊരു ദേവതയും ജീവൻ മുക്തി പ്രദാനം ചെയ്യുന്നതല്ല. പക്ഷെ മോക്ഷദാനം നൽകുന്ന ദേവത ഭോഗവും കൊടുക്കില്ല. ലളിതാദേവി, ലളിതാ മഹാത്രിപുര സുന്ദരി പരാഭട്ടാരികയ്ക്ക് മാത്രമേ ഭോഗമോക്ഷങ്ങളാകുന്ന രണ്ടും പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ 15 ശ്ലോകങ്ങളും വിനിയോഗ ന്യാസത്തിന് ശേഷം ചൊല്ലേണ്ടതാകുന്നു. ഇപ്രകാരം ഈ മന്ത്രമാല, അതായത് കാമനകൾക്കായി ജപിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കാൻ, നമ്മുടെ കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കാൻ, അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കാൻ, ഇതെല്ലാം തന്നെ ഈ ഖഡ്ഗമാലകള് സങ്കല്പം ചെയ്ത് ജപിക്കണം. എങ്ങനെ ഈ സങ്കല്പം ചെയ്ത് ജപിക്കുക എന്ന് പറയുന്നത്? അതാത് മാലകളുടെ ഋഷി, ഛന്തോ, ദേവത, ന്യാസം, ബീജം, ശക്തി, കീലകം, വിനിയോഗം ഇതെല്ലാം ഇതിനകത്ത് വരണം. എല്ലാ ന്യാസങ്ങളും ചെയ്തതിന് ശേഷം ധ്യാന ശ്ലോകത്താൽ ധ്യാനിച്ച് അതിനുശേഷം ഈ ശ്ലോകങ്ങൾ ഓരോ മാലയ്ക്കും ഓരോന്നായി ചൊല്ലേണ്ടതാണ്. അപ്പോ എന്താ പറയാ, ഈ ഒരു ശ്രീ ഭാസ്കരരായര് ആ ഒരു ഉപദേശിച്ചിട്ടുള്ള ഇത്തരം കർമ്മവാഹിനിയായിരിക്കുന്ന ലൗകിക സിദ്ധികളെയല്ല, മറിച്ച് സദാചാരത്തില് പ്രതിപന്നമായിരിക്കുന്ന നിത്യാനന്ദ മോക്ഷ സുഖം മാത്രം ഇച്ഛിച്ചാണ് ഒരു ശ്രീവിദ്യ ഉപാസകൻ അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസിക ജപിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. കാരണം എന്താ, ശ്രീ സർവതന്ത്രോത്തമേ ശ്രീ ലളിതാ രഹസ്യ പരിശിഷ്ടാതന്ത്രേ ശ്രീ പാർവതി പരമേശ്വര സംവാദേ. കാരണം എന്താ, ശ്രീ ലളിത രഹസ്യമാണിത്. കാരണം ഇത് എല്ലാവരും അറിയേണ്ടതാണ്. കാരണം ഇത് നമ്മള് മോക്ഷമാലയാണ്, മോക്ഷസിദ്ധിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ആ ഒരു ശ്രീവിദ്യ പഞ്ചദശി മാല മന്ത്രോദ്ധാര കഥനം, അതായത് ഈ ഭഗവാൻ തന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഒരു തെറ്റും, ജഗത് മാതാപിതാക്കളാണ്, അച്ഛൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണു. അമ്മയെ ജപിക്കുന്നത് കൊണ്ട് എന്താ, നമുക്ക് അച്ഛനില് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ വളരെ വിശിഷ്ടമായിരിക്കുന്ന
ഈ ഖഡ്ഗമാല സ്തോത്രം, അതായത് ദേവി ഖഡ്ഗമാല സ്തോത്രം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഖഡ്ഗമാലയെ കുറിച്ച് ധാരാളം മിഥ്യാധാരണകളുണ്ട്. ഇത് ദീക്ഷയില്ലാതെ ജപിക്കാൻ പാടില്ല, ഇത് വളരെയധികം എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിനെ സാധാരണക്കാരന് താങ്ങാൻ സാധിക്കില്ല. ഇതൊക്കെ ചില താന്ത്രികര് അവരുടെ പ്രചരണം മാത്രമാണെന്ന് നമ്മൾ അറിയണം. കാരണം ഖഡ്ഗമാലയിൽ പറയുന്ന ഖഡ്ഗം എന്നത് ഒരു സാധാരണ വാളല്ല. അത് ശരിക്കും പറഞ്ഞാല് തല ഛേദിക്കാനുള്ളതൊന്നും അല്ലത്. കാരണം ഒരു വാള് ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ സുരക്ഷയ്ക്കുള്ള ഒരു ആയുധമാണ്, അല്ലെ? ദേവിയുടെ കയ്യിലിരിക്കുന്ന നന്ദകം എന്ന ഒരു ജ്ഞാന ഖഡ്ഗമാണ്. അമ്മയുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പേര് എന്താ? നന്ദകം വാളാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അത് ആരെ സ്പർശിക്കുന്നുവോ അവര് അജ്ഞാനമാകുന്ന ആ ഒരു അവിദ്യാ നഗരിയിൽ നിന്ന് വെളിച്ചമാകുന്ന ജ്ഞാന നഗരിയിലേക്ക് പ്രവേശിക്കും. അമ്മയുടെ കയ്യിലിരിക്കുന്ന വെളിച്ചത്തിന്റെ വാളാണ്. അപ്പൊ അതുപോലെ തന്നെ ഖഡ്ഗമാല ബീജമന്ത്രങ്ങളെ കൊരുത്ത ഒരു വാളാണത്. അത് സാധാരണ ഒരു മെറ്റൽ കൊണ്ടോ എന്തെങ്കിലും ഒരു ലോഹം കൊണ്ടോ ഉണ്ടാക്കിയ വാളല്ലത്. ഖഡ്ഗമാലയിലെ ബീജമന്ത്രങ്ങളാണ് ആ വാളിൽ ഉള്ളത്. ഇത് പറയുന്നത് കൊണ്ട് ആര് ഇത് ചൊല്ലുന്നുവോ ആ വ്യക്തി വെളിയിലുള്ള ശ്രീചക്രവുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ആ വ്യക്തിക്ക് ചിലപ്പോൾ ദീക്ഷയില്ലായിരിക്കാം, പഞ്ചദശി മന്ത്രം ഇല്ലായിരിക്കാം. പക്ഷെ ഇത് ജപിക്കുന്ന വ്യക്തി എന്താ? വെളിയിലെ ഒരു ശ്രീചക്രം നമ്മൾ എങ്ങനെ വെച്ച് പൂജിക്കുന്നോ അതുപോലെ ആ ശ്രീചക്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. ആ ശക്തി നമ്മളിൽ ഉണർന്ന് നമ്മുടെ ശരീരം തന്നെ ഒരു ശ്രീചക്രമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്നു. 3 ശ്രീചക്രങ്ങളാണ് നമുക്ക് എന്താ പറയാ പൊതുവെ പറയാറുള്ളത്. കാരണം ഒന്ന് പുറത്തു വെച്ചിരിക്കുന്ന ആ ഒരു 3 ഡയമെൻഷണൽ ശ്രീചക്രം, രണ്ടാമത്തത് ഭൂചക്രം, അതായത് ഭൂമി എന്ന് പറയുന്ന ബ്രഹ്മാണ്ടം ഒരു ശ്രീചക്ര സ്വരൂപമാണ്. ഇനി മനുഷ്യ ശരീരം എന്ന് പറയുന്ന ശ്രീചക്രം. അപ്പൊ നവദ്വാരങ്ങളോട് കൂടിയ ശരീരമാണ് ഏറ്റവും ചൈതന്യമുള്ള ദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന ശ്രീചക്രം, അല്ലെ? നമ്മുടെ ശരീരം. അപ്പൊ ഈ ഖഡ്ഗം എന്ന് ഈ ഖഡ്ഗം നമ്മുടെ ശരീര അഭിമാനത്തെ, ഞാൻ എന്നുള്ള ശരീര വ്യക്തി ബോധത്തെ അഥവാ അഹങ്കാരത്തെയാണ് ഛേദിക്കുന്നത്. കാരണം ഇതിനെ തരണം ചെയ്യാതെ ഇതിനുള്ളിലെ ചിന്താമണി ഗൃഹാന്തസ്ഥയായിരിക്കുന്ന രാജരാജേശ്വരി അറിയാനോ അനുഭവിക്കാനോ സാധ്യമല്ല. കാരണം നമ്മുടെ ഇതിനെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ എല്ലാ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോങ് ഐഡന്റിഫിക്കേഷൻ ഓഫ് അവർ ഓൺ സെൽഫ് ആണ്. നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കണോ, മനസ്സാണെന്ന് വിചാരിക്കണോ, ബുദ്ധിയാണെന്ന് വിചാരിക്കണോ, അല്ലെ? ഇതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. ഇത് നശിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അല്ലെ? ആ എന്റേതാണ് എന്ന ചിന്ത പോലും അഹങ്കാരമാണ്. അപ്പൊ ദേവി കയ്യില് പുസ്തകം വെച്ചിട്ടുണ്ട്, ജ്ഞാനത്തെ കാണിക്കുന്നു. ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ഒരു എന്താ പറയാ ഒരു ഖഡ്ഗമേ ഉള്ളൂ. അത് അറിവാണ്, ജ്ഞാനമാണ്. അപ്പൊ ധ്യാന ശ്ലോകത്തിൽ തന്നെ ഖഡ്ഗമാല ജപിക്കുന്നതിന്റെ ഫലശ്രുതി വരുന്നുണ്ട്, അവസാനമല്ല വരുന്നത്. കാരണം ആദ്യം ഇത് നമ്മൾ അറിയണം, അറിഞ്ഞിട്ട് ജപിക്കുക എന്നാ പറയുന്നത്. ഖഡ്ഗമാല എന്നത് ദേവിയുടെ യന്ത്രസ്വരൂപമായിരിക്കുന്ന ശ്രീചക്രമാണോ എന്ന് അറിയണം. കാരണം പുറത്തൊരു ശ്രീചക്രം വെച്ച് പൂജിക്കുന്ന അതേ ഫലമാണ് ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശരീരമാകുന്ന ശ്രീയന്ത്രവും പ്രപഞ്ചമാകുന്ന ശ്രീയന്ത്രവും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് വരുന്നത് ഇതിലൂടെയാണ്. അപ്പൊ മന്ത്രമാലയാണ് ഖഡ്ഗമാല സ്തോത്രം എന്ന് പറയുന്നത്. ജാതി മത വർണ്ണ ദീക്ഷ ഒന്നും കൂടാതെ ജപിക്കാം. ഈ ദേവിയെ നമ്മൾ അറിയണം, ഉപാസിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഖഡ്ഗമാല തീർച്ചയായിട്ടും വായിക്കാം. എപ്പോഴാണോ ലളിതാ ത്രിപുര സുന്ദരിയോട് എന്താ പറയാ ഒരു അദമ്യമായിരിക്കുന്ന ഭക്തി, സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ദീക്ഷയുടെ ഒന്നും ആവശ്യമില്ല. ഇതെടുത്ത് തീർച്ചയായിട്ടും ജപിക്കാം. ഖഡ്ഗമാല ജപിക്കണം, എന്നാലേ നമുക്ക് ദേവിയുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുള്ളൂ. എപ്പോഴാണോ ഇതൊരു വ്യക്തി വായിക്കാൻ തുടങ്ങുന്നത് അവർക്ക് ദേവി സ്വയം ദീക്ഷ കൊടുക്കുമെന്നാണ് സങ്കല്പം. ഗുരുരൂപിണിയായിരിക്കുന്ന ദേവിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന്റെ പ്രാരംഭമാണ് ഈ ഖഡ്ഗമാല ജപം എന്ന് പറയുന്നത്. ഖഡ്ഗമാല എന്ന സ്തോത്രം വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാല തന്നെയാണ്. ആ ഒരു ശ്രീയന്ത്രത്തിന്റെ 9 ആവരണ ദേവതകളെയും ഗുരുമണ്ഡലത്തെയും 15 തിഥിനിത്യ ദേവതകളെയും യോഗിനിമാരെയും ഒക്കെ അറിഞ്ഞ് അതിന്റെ എല്ലാ മൂലമായിരിക്കുന്ന ആരംഭമായിരിക്കുന്ന ശ്രീ മഹാരാജ്ഞിയായിരിക്കുന്ന സാക്ഷാൽ മഹാത്രിപുര സുന്ദരിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ധ്യാന ശ്ലോകം എന്ന് നോക്കാം. കാരണം ഇതിന് ധ്യാന ശ്ലോകം ജപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് കടക്കാറുള്ളൂ, അല്ലെ? അപ്പൊ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ക്രീംകാരാസന ഗർഭിത അനലശിഖാം സൗഹു ക്ലീം കലാം ബിഭ്രതീം സൗവർണാംബരധാരിണീ വരസുധാം ധൗതാം ത്രിനേത്രോജ്വലാം വന്ദേ പുസ്തക പാശം അങ്കുശധരാം സൃഗ്ഭൂഷിതാം ഉജ്വലാം ത്വാം ഗൗരീം ത്രിപുരാം
പരാത്പരകലാം ശ്രീചക്ര സഞ്ചാരിണി. ഇതാണ് ഇതിന്റെ ധ്യാന ശ്ലോകം. എല്ലാ സ്തോത്രങ്ങൾക്കും ധ്യാന ശ്ലോകമുണ്ട് അല്ലെ. ആരെയാണ് ഞാൻ കാണാൻ പോകുന്നത് അല്ലെ, ആ വ്യക്തി എങ്ങനെയിരിക്കും, ആ ശക്തിയെ ഉള്ളിൽ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ചിട്ട് വേണം ബാക്കിയൊക്കെ നമ്മൾ സ്തുതിക്കാൻ. ഈവൻ ലളിതാ സഹസ്രനാമത്തില് 4 ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഇതാണ് ധ്യാനം എന്നുള്ളതിന്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ കൊടുക്കണം, എന്താണ് അമ്മയുടെ രൂപം ഒക്കെ നമ്മളെ മക്കൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അമ്മയ്ക്ക് എത്ര ശക്തിയുണ്ട്. അപ്പൊ ശക്തിയുള്ളവരുടെ പാദത്തിൽ ആശ്രയിച്ചെങ്കിലേ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ ഫോംലെസ് ആയിരിക്കുന്ന നാമരൂപങ്ങളില്ലാത്ത ഒരു ശക്തി നാമരൂപത്തിൽ പ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഒരു ധ്യാന ശ്ലോകത്തില് ആദ്യം തത്വമാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ശാന്താകാരം എന്ന് പറഞ്ഞാൽ എന്താ, വിഷ്ണു തത്വം. സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ദേവീ തത്വം. ആ ഒരു പ്രകൃതിയെ നമ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള തത്വം. അപ്പൊ ആദ്യം നമ്മളെ ധ്യാനത്തിൽ ദേവി എവിടെയാണ് ഇരിക്കുന്നത്, ആ ഇരിക്കുന്നത് എവിടെ, എവിടെ എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയാണ് കയ്യിൽ വെച്ചിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. അപ്പം ഹ്രീം എന്ന് പറയുന്ന ആ ഒരു ഭുവനേശ്വരി ബീജം അല്ലെങ്കിൽ ലക്ഷ്മി ബീജം, അകാര രകാര ഈകാരം അല്ലെ, മകാരം ചേർന്ന ഹ്രീം എന്ന് പറയുന്ന മായാബീജം, അത് ഹൃദയമാണ് അല്ലെ, ഹൃദയത്തിലാണ്. ഏത് ഭുവനേശ്വരി സ്വരൂപ എപ്പോഴാണോ നമ്മൾ ഭുവനേശ്വരി സ്വരൂപിണിയായിട്ട് അമ്മയുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പോകുന്നത്, ആ ദേവി അത് അത് മന്ത്രമയമായിരിക്കുന്ന ശരീരമാണ് അമ്മയുടേത് ഹ്രീം എന്ന് പറയുന്ന നാമം. അപ്പൊ ആ ഒരു ഹ്രീം എന്ന ആ ആസനം, ആ ഹ്രീം എന്ന് പറയുന്ന ഒരു ഇരിപ്പടം, അതിലാണ് അമ്മ ഇരിക്കുന്നതാണ് ഹ്രീംകാരാസന ഗർഭിത തലശിഖാം. അമ്മ ഹ്രീം എന്ന് പറയുന്ന ഒരു ആസനത്തിലാണ് ഇരിക്കുന്നത്. ഗർഭിതാം അനലശിഖാം, ഇതിനകത്ത് എന്താ, ഒരു അഗ്നിശിഖയെ കാണണം. ഗർഭിതാം എന്ന് പറഞ്ഞാൽ അതിനുള്ളില്, ആ ശബ്ദത്തിനുള്ളില്, ഹ്രീം എന്നുള്ള അക്ഷരത്തിനുള്ളില് ഹകാര, അതായത് ഹരി ഹര വിരിഞ്ചി. ആരാ ഹരിഹര വിരിഞ്ചി? ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരിരിക്കുന്ന ഒരു ത്രികോണം. ഇപ്പൊ കാമേശ്വരിയുടെ ഇച്ഛ, കാമേശ്വരൻ കാമേശ്വരൻ കാമേശ്വരനില് ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു അല്ലെ. അതാണ് കാമേശ്വര കാമേശ്വരിമാരെന്ന് പറയുന്നത്. സൗ എന്ന് പറയുന്ന ബീജം, അത് ദേവിയുടെ മകുടമായിട്ട്, ദേവി തലയിൽ ധരിച്ചിരിക്കുന്ന മകുടം, അതായത് ആ ഒരു കിരീടം. ക്ലീം എന്ന ആ കാമബീജം, ഇത് പ്രകൃതി എന്ന് പറയുന്ന കാമേശ്വരി. ഇപ്പൊ പുരുഷനായിരിക്കുന്ന കാമേശ്വരനുമായി ചേരാനുള്ള ഇച്ഛ. ക്രീം എന്നത് ജ്ഞാനലക്ഷ്മിയാണ്. ഓരോ ജീവനും ആ ജ്ഞാനം കൊടുത്ത് കാമേശ്വരന് ലയിപ്പിക്കാനാണ് കാമേശ്വരിയുടെ വ്യഗ്രത. അതിന് ജീവൻ ആദ്യം ദേവിയിൽ എത്തണം അല്ലെ, അവിടെ അലിഞ്ഞ് ഇല്ലാതാകണം. ഇപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ, രതിപ്രിയ, രക്ഷാകരി, രാക്ഷസഗ്നി ഇല്ലേ, ലളിതാ സഹസ്രനാമം പറയുന്നതാണിത്. ഇവിടെ രതിപ്രിയ എന്ന് പറഞ്ഞാൽ എന്താ, ദേവിയുമായിട്ടുള്ള ലയനം. ആ ആ ഒരു രതി, അതായത് പൂർണ്ണമായിട്ടുള്ള ലയനം അവിടെ. അതുകൊണ്ടാണ് ദേവി ഇവിടെ രതിപ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ ലിമിറ്റഡ് സ്മോൾ അവയർനെസ്, അതായത് നമ്മുടെ പ്രകൃതി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞ്, എന്താ പറയാ, ആ ഒരു നമ്മുടെ ലിമിറ്റഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു പ്രകൃതി പ്രപഞ്ച ബോധവുമായിട്ട് ചേർക്കലാണ് ദേവിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ശരീരം വിടുമ്പോൾ നാച്ചുറലി നമ്മൾ ചേരുന്നു അല്ലെ. ഇത് നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചെറിയ ബോധത്തെ പ്രപഞ്ച ബോധവുമായിട്ട് ചേർക്കണം. ഈ പ്രപഞ്ചത്തിനെയാണ് ഈ പ്രകൃതി പറയുന്നത്. ലളിതാ ത്രിപുര സുന്ദരി അല്ലെ, ആ ഒരു കളി പോലെ തമാശയായിട്ട് ലീലയായിട്ട് തന്റെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ ചെയ്യുന്നവൾ. അപ്പോ ആ പ്രപഞ്ചബോധവുമായിട്ട് നമ്മളെ ചേർക്കല്, അതാണ് ദേവിയുടെ അനുഗ്രഹം. കാരണം ഇത് ഈ ലിമിറ്റഡ് ആയിരിക്കുന്ന ശരീരമല്ല നമ്മള് ഈ പ്രപഞ്ചാകാരമായിട്ടുള്ള, നമ്മൾ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. നമ്മൾ പ്രപഞ്ചാകാരമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയാണ് എൻ്റെ ഉള്ളില്. ഈ കുടം എന്ന് പറയുന്ന ശരീരം ഉടയുമ്പോൾ നമ്മൾ അതുമായിട്ട് ചേരും. അത് എപ്പോ അറിയണം? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അറിയണം. ഇപ്പൊ എല്ലാ വസ്തുക്കളുടെയും പ്രയാണം തുടങ്ങിയ സോഴ്സിലേക്കാണ് അല്ലെ. നമ്മൾ എവിടെ നിന്ന് വന്നു അവിടേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുവരെ ഈ ജന്മമാകുന്ന ശരീരം പേറി ഈ ദേഹികൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരാം ചിലപ്പോ. പക്ഷെ എപ്പോഴാണ് ഒരു ജീവൻ ഇത് മനസ്സിലാക്കുന്നത്, അപ്പോ ആ ഒരു പ്രപഞ്ച ബോധവുമായിട്ട് നമ്മുടെ ബോധം കണക്റ്റഡ് ആവുമ്പോൾ നമുക്ക് ഈ ശരീരബോധം അല്ലെങ്കിൽ ഈ ശരീര താതാത്മ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ പ്രയാണം എവിടത്തേക്ക്, നമ്മുടെ സോഴ്സ് അല്ലെ, മൂലപ്രകൃതി അവ്യക്ത വ്യക്താവ്യക്ത സ്വരൂപിണ്യേ നമ. നമ്മൾ ആ അവ്യക്തമായിരിക്കുന്ന നമ്മൾ വന്ന വഴിയിലൂടെ നമുക്ക് തിരിച്ച് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു. എല്ലാറ്റിനെയും അമ്മ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒരു പേര് മഹാഗ്രാസ.
ഗ്രാസ ഗ്രസിക്കുന്നവൾ, എല്ലാത്തിനെയും തന്നോട് ചേർത്ത് നിർത്തുക. അമ്മയാണില്ലേ, അമ്മയ്ക്ക് മക്കളെ ഇഷ്ടമാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്, അമ്മ മക്കളെ ചേർത്ത് നിർത്തുകയാണ്. അപ്പൊ ഇവിടെ ഒന്നും ഫിസിക്കലായിട്ട് നമ്മൾ കാണരുത്. മെറ്റീരിയലിസ്റ്റിക് പ്രകൃതി, ആ അപരാ പ്രകൃതിയെ നമ്മൾ വിടണം. ഇവിടെ എല്ലാം എന്താ, ആ ബോധത്തിന്റെ തലമാണ് ഇവിടെ പറയുന്നത്. ഈ പ്രകൃതിയിലെ മായാബീജമായിരിക്കുന്ന ഹ്രീംകാരം അതിനുള്ളിൽ ധ്യാനിക്കണം. അതിനുള്ളിലാണ് അമ്മയെ ധ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹ്രീംകാരാസന ഗർഭിത അനലശിഖാം. അപ്പോ എന്താണ്, എപ്പോഴാണോ ദൈവീക ശക്തിയെ അഗ്നിയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്, ഇപ്പൊ ദുർഗാ സൂക്തം, പുരുഷ സൂക്തം എല്ലാറ്റിലും നമ്മൾ എന്താ കാണുന്നത്, ദുർഗാ സൂക്തം എന്ന് പറയുന്നത് അഗ്നി ദുർഗയാണ് അല്ലേ. ജാതവേദസേ ജാതവേദസേ സുനവാമ സോമഹ എന്നൊക്കെ പറയുന്ന, അപ്പൊ ജാതവേദസ് എന്ന് പറഞ്ഞാൽ എന്താ, അഗ്നിയാണ്. അഗ്നി എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ ദാഹക ശക്തിയുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് ഉള്ളിലേക്ക്, അതായത് അഗ്നിശിഖയായിട്ട് ആണ് നമ്മൾ ഈശ്വര ശക്തിയെ കാണുന്നത്. അപ്പൊ നമ്മൾ ഹ്രീംകാരം എന്ന് പറയുന്ന ഹ്രീംകാരാസന ഗർഭിത തല അനലശിഖാം, തലശിഖാം എന്നല്ല, അനലശിഖാം. എല്ലാറ്റിന്റെയും ആ ഒരു അഗ്നിയുടെ മധ്യത്തിൽ വേണം. അതായത് നമ്മൾ ദേവീയ സൂര്യമണ്ഡലം, അഗ്നി സോമ സൂര്യമണ്ഡലങ്ങളിലാണ് ധ്യാനിക്കുന്നത്. ഹൃദയപത്മത്തിൽ ഇരിക്കുമ്പം സൂര്യമണ്ഡലം അല്ലെ. അപ്പൊ അഗ്നിയായിട്ട് നമ്മുടെ ഉള്ളില് ആ ഈശ്വര ശക്തിയെ കാണുന്നു. ഈ ശരീരത്തെ ഹോമിച്ചാ കാണുന്നത് എന്താ, ഈ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവും മനോബുദ്ധികളെ ഹോമിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താ, വെറും ആത്മജ്യോതിയാണ് അല്ലെ. അന്തർജ്യോതി ബഹിർജ്യോതി ആത്മജ്യോതി പരാപര. നമ്മുടെ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് വെറും ഒരു ചെറിയ വിളക്കാണ് അല്ലെ, ഒരു കുഞ്ഞു വിളക്ക്. അപ്പൊ താമഗ്നി വർണ്ണം തപസാ ജ്വലന്തി, അഗ്നി ദുർഗ, അമ്മയെ അങ്ങനെയാ പറയുന്ന ദുർഗെ അല്ലെ. പ്രിയങ്കാരത്തിന് മധ്യത്തിൽ ഒരു അഗ്നിശിഖ പോലെയും മകുടത്തിൽ സൗഹു എന്ന് പറയുന്ന പരാബീജവും, ആ ഒരു എന്താ പറയാ പരാബീജവും, അതായത് ശരിക്കും പരാബീജം നമ്മൾ രാത്രി 12 മണിക്കാണ് ധ്യാനിക്കുന്നതെന്ന് പറയാറുണ്ട്. കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രമാണം, ആ ഒരു പ്രയാണം, ഉച്ചയ്ക്ക് 12 മണി, രാത്രി 12 മണി, 2 സന്ധി ഘട്ടങ്ങളാണ്. അതായത് ഒന്നിൽ നിന്ന് മാറുന്ന സമയമാണത്. അപ്പോ പകലിൽ നിന്ന് രാത്രി, രാത്രിയിൽ നിന്ന് പകൽ അല്ലെ. ഒരു ജീവൻ ശരീരം ഉപേക്ഷിക്കുന്നു, അതായത് എന്താ പറയാ, വേറൊരു ശരീരം സ്വീകരിക്കുന്നു. ആ ഒരു സന്ധി, ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, ശരീരം ഉപേക്ഷിക്കുന്നു. അതാണ് ഈ പരാബീജത്തിന്റെ ധ്യാനത്തിന്റെ ഫലം. അതായത് നമ്മൾ പരാന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് അപ്പുറത്ത് നിൽക്കുന്ന, പരാന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവെന്നും അർത്ഥം എടുക്കാം, പരാശക്തി. കാരണം ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ ഇരിക്കുന്ന ശരീരത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഈ പരാബീജത്തിന്റെ ധ്യാനം എന്തുകൊണ്ടാണ് രാത്രി 12 മണി, ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് മാറ്റമാണ് അല്ലെ. പകലിൽ നിന്ന് രാത്രി, ഇപ്പൊ രാത്രിയുടെ മധ്യയാമമാണത്. അപ്പൊ അവിടെയാണ് കാളിയാമം എന്ന് നമ്മൾ പറയുന്നത്. കാളിയെ, കാലത്തിനപ്പുറത്ത് നിൽക്കുന്നവളാണ് കാളി. അപ്പൊ നമ്മുടെ ജീവൻ നമ്മൾ ഈ ജീവൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയം. അപ്പൊ സൗഹു എന്ന് പറയുന്നത് പരാബീജം, നമ്മള് ആ ഒരു പ്രയാണം ആരംഭിക്കുകയാണ്. നമ്മുടെ ആ ഒരു വായുമണ്ഡലവും കഴിഞ്ഞിട്ടുള്ള ഊർത്ത പ്രയാണമാണത്. അപ്പൊ കാമേശ്വരൻ എന്ന് പറയുന്നത് എന്താ, ശരിക്കും ഒരു വിറ്റ്നസിങ് പേഴ്സൺ ആണ്. എല്ലാം കണ്ടുകൊണ്ട് സാക്ഷി രൂപത്തിൽ ഇരിക്കുന്ന ആളാണ് സാക്ഷാൽ ശിവൻ അല്ലെ. ദൃക്ക് അല്ലെങ്കിൽ സാക്ഷി, കാമേശ്വരി മനസ്സും ഇന്ദ്രിയങ്ങളും അർദ്ധനാരി സങ്കല്പമാണ് ഇവിടെ വരുന്നത്. കാരണം കാണുന്നത് കാമേശ്വരൻ, ഇപ്പൊ കാണപ്പെടുന്നത് കാമേശ്വരി. ഇപ്പൊ ക്ലീം എന്ന് പറയുന്ന കാമബീജം ഇച്ഛാശക്തി. ജീവൻ എപ്പോഴും ശിവൻ എന്ന ആ ഒരു പരമാത്മാവിൽ ലയിക്കാനാണ് ആഗ്രഹം അല്ലെ. കാരണം ഫിസിക്കലി നോക്കിയാൽ എന്താ, സ്ത്രീ പുരുഷ സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. ക്ലീം എന്നത് ആ ഒരു ലൂസിങ് ഐഡന്റിറ്റി, ഞാൻ എന്ന് പറയുന്ന ശരീരബോധം, അതിനെ ഇല്ലാതാക്കലാണ്. അപ്പൊ ശിവൻ ജീവനാകുന്നു. സർവ്വസംക്ഷോഭിണി എന്ന് പറഞ്ഞാൽ എന്താ, നോളജ്, ആ ഒരു അറിവ്, ഐം എന്ന് പറയുന്ന നോളജ് ആണ് സർവ്വസംക്ഷോഭിണി എന്ന് പറയുന്നത്. അപ്പൊ അജിറ്റേറ്റിംഗ് മൈൻഡ്, ആ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആ ഒരു സംക്ഷോഭണം ഉണ്ടാക്കുക. നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ, മനസ്സ് ചഞ്ചലമായി കൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മുടെ മനസ്സ് അജിറ്റേറ്റ് ചെയ്യുന്നത്, മേർജ് വിത്ത് ദ അൾട്ടിമേറ്റ്, ആ ഒരു പരമമായിരിക്കുന്ന സത്യത്തില് ലയിക്കുന്നിടം വരെ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആയിരിക്കും, ശാന്തമാവില്ല. കാരണം എന്താ, നമുക്ക് ആ സോഴ്സിൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാം. സമുദ്രത്തിൽ ലയിക്കുന്നിടം വരെ ജലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഏത് വഴി കൂടെ ആണെങ്കിലും. അതുപോലെ പക്ഷിമൃഗാദികളായി വൃക്ഷലതാദികളായി മനുഷ്യ ശരീരത്തിലൂടെ ഒരു ജീവൻ സഞ്ചരിക്കുന്ന എന്തിനാ, അതിന്റെ സോഴ്സിൽ അതിന് തിരിച്ചെത്തണം അല്ലെ. അപ്പോ എന്താ പറയാ, ആ ഒരു അൾട്ടിമേറ്റ് സോഴ്സിൽ മേർജ് ചെയ്യാനുള്ള ത്വര, എല്ലാത്തിനെയും സംക്ഷോഭിപ്പിക്കുക, ഇളക്കുക. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ട്രാവൽ ചെയ്യുക അല്ലെ. അതെല്ലാം ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് ആ ജീവന്റെ ഒരു പ്രയാണം. ഇപ്പൊ സർവവിദ്രാവിണി, ക്ലീം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതിനകത്ത് ഈ ക്ലീം എന്ന് പറഞ്ഞാൽ സർവ ആകർഷിണി. സൗഹു എന്ന് പറഞ്ഞാൽ എന്താ,
ആ ഐം ക്ലീം സൗഹു ഇതിനെയാണ് നമ്മൾ സൗഭാഗ്യ രാജരാജേശ്വരി, അല്ലെ? പഞ്ചദശി മന്ത്രത്തിൽ ഒരു മന്ത്രമുണ്ട്, കാരണം ബാലാ മന്ത്രം ചേർത്തുള്ള പഞ്ചദശി. ഇതിനെയാണ് നമ്മൾ ഐം ക്ലീം സൗഹു. ഏറ്റവും പ്രധാനപ്പെട്ട 3 ബീജങ്ങളാണ് ശ്രീവിദ്യാ മന്ത്രത്തില്. കാരണം ഇത് അതുകൊണ്ടാണ് ഇതിനെ സൗഭാഗ്യം. എന്താ സൗഭാഗ്യം? നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ഭാഗ്യങ്ങളല്ലത്. സൗ സൗ എന്ന് പറഞ്ഞാൽ ബിയോണ്ട്. ആ ഖം എന്ന് പറയുന്ന ആകാശതലത്തിൽ കിട്ടുന്ന ആ ഒരു ശരീരം വെടിഞ്ഞതിന് ശേഷം പൂർണ്ണമായിരിക്കുന്ന ആ ദേവിയിലേക്കുള്ള ഒരു മേർജി, അതിനെയാണ് നമ്മൾ സൗഹു എന്ന് പറയുന്നത്. സൗഹ് എന്നാണ് പറയുന്നത്. സൗഹ് ഇതാണ് ശരിക്കും സൗഭാഗ്യ രാജരാജേശ്വരി മന്ത്രത്തിന്റെ ഗുണം. കാരണം ബാല ത്രിപുരസുന്ദരിയും രാജരാജേശ്വരി ആയിരിക്കുന്ന ശ്രീവിദ്യ ആ ഒരു ലളിതാ ത്രിപുരസുന്ദരിയും കൂടെ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം. അപ്പോ ആ ഒരു അനന്തമായ ആനന്ദം എന്നുള്ള ആ ഒരു തലത്തിൽ എത്തിച്ചേർക്കുന്ന മന്ത്രമാണ് ഈ സൗഭാഗ്യ രാജരാജേശ്വരി. സൗഹ എന്ന് പറയുന്നത് പരാബീജത്തെ തന്നെയാണ്. അത് ഊർധ്വരേതസ് എന്നാണ് പറയുന്നത്. കാരണം എനർജിയുടെ മുകളിലേക്കുള്ള ആ ഒരു പ്രയാണം. നമുക്കറിയാം, ഒരു ഊർധ്വമുഖ ത്രികോണവും ഒരു അധോമുഖ ത്രികോണവും ചേരുമ്പോഴാണ് ആ ഒരു ബിന്ദു നടുക്ക് വരുമ്പോഴാണ് നമ്മളാകുന്ന ഈ ശരീരം വന്നു ചേരുന്നത്, ശിവനും ശക്തിയും യോജിക്കുമ്പോൾ. അപ്പൊ സൗ ക്ലീം കലാബിപ്രദീപ് ഇവ ധരിക്കുന്നവൾ സൗവർണാംബര ധാരിണിയും, അതായത് സ്വർണ്ണ നിറത്തിലുള്ള അമ്പരം, അതായത് വസ്ത്രമെന്നും ഏറ്റവും ഉയർന്ന ആകാശമെന്നും പറയാം ഇതിന്. അങ്ങനെ ധരിച്ചിരിക്കുന്നവൾ അതായത് മഹാമായ സൗവർണാംബര ധാരിണി, അല്ലെ? മഹാമായ ദേവി എന്താ? സൗവർണാംബര ധാരിണി, സ്വർണവർണ്ണമുള്ള വസ്ത്രത്തെ ധരിച്ചവൾ. അപ്പോ അനങ്ക കുസുമ, അനങ്ക മേഖല തുടങ്ങി ആകർഷണങ്ങളെ എല്ലാം കടന്നു വേണം നമ്മള് മഹാത്രിപുര സുന്ദരിയുടെ സവിധത്തിലെത്താൻ. കാരണം ഒരു വലിയ 24 കടമ്പകൾ കടന്നിട്ടേ നമുക്ക് മഹാപത്മാടവിയിൽ ചെല്ലാൻ പറ്റൂ. കാരണം നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് ആകർഷണത്തിന്റെ ഒരു ലോകമാണ്. അവിടുന്ന് എല്ലാം കടന്ന് നമ്മള് എന്താ പറയാ, ദ വെയിൽ ഓഫ് ഗ്രേറ്റ് ഇല്യൂഷൻ. എന്താ ഇല്യൂഷൻ? തിരസ്കരണി, അല്ലെ? ആ ഒരു മൂടുപടം, നമ്മളെ മായ, ഇത് സത്യമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളോട് കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, ഇത് സത്യമാണ്, ഇതെങ്ങനെ കള്ളമാകും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കടന്ന് ഒരു ദിവസം ഈ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ ഉപേക്ഷിക്കേണ്ടി വരണു, അല്ലെ? അപ്പൊ ഇത് സത്യമാണോ? മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ജഗത്ത്, നമ്മുടെ ശരീരം എല്ലാം തന്നെ. അപ്പൊ ഈ സവിധത്തിൽ, ഈ അമ്മയുടെ സവിധത്തിൽ മഹാത്രിപുര സുന്ദരിയുടെ അടുത്ത് എത്തണമെങ്കിൽ എന്ത് വേണം? ആ വെയിൽ ഓഫ് ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന മഹാതിരസ്കരണി, ആ ഒരു മൂടുപടം മാറ്റിയാലേ പറ്റുള്ളൂ. അതെന്താ? അമ്മ തന്നെ വിചാരിക്കണം, അല്ലെ? അതിന് അമ്മയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം വേണം. അമ്മയുടെ ദർശനം സാധ്യമാകണമെങ്കിൽ ഈ മഹാതിരസ്കരണിയെ മാറ്റണം. നമ്മൾ എന്താ ശ്രീചക്ര പൂജയിൽ പറയുന്നത്? അവഗുണ്ടിത ഭവ, അമ്മ ആ കർട്ടൻ മാറ്റൂ, എനിക്ക് അമ്മയുടെ സ്വരൂപത്തെ കാണിക്കൂ, അല്ലെ? വരസുധാ ധൗതാം, മാറിയാൽ, ഈ മായ മാറിയാൽ ദേവിയുടെ അനുഗ്രഹമാകുന്ന ആ ഒരു വരസുധ, വരം, അല്ലെ? അനുഗ്രഹം, അമൃതം ഒഴുകി വരുന്നു ഭക്തന്. ഇത് മാറിയാലേ കിട്ടുള്ളൂ. അമ്മ ഇതെനിക്ക് മാറ്റിത്തരൂ, അല്ലെ? എന്നെ മഹാമായായിരിക്കുന്ന അമ്മ ഈ മായ മൂടുപടം ഒന്ന് മാറ്റി കാണിക്കൂ, അല്ലെ? ദേവി സദാ അമൃതാകുന്ന ആ ഒരു ഇമ്മോർട്ടൽ നോളജ് എന്ന് പറയുന്ന ആ സുധയിൽ നനഞ്ഞിരിക്കുകയാണ്. അമൃതം എന്നാൽ എന്താ? മൃതിയില്ലാത്തത്, മരണമില്ലാത്തത്. ദേവിയോട് ലൗകിക വസ്തുക്കളെ ചോദിക്കുന്ന മണ്ടത്തരാണ്. കാരണം മായാപടം മാറ്റൂ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോഴാണ് ഒരിക്കലും നശിക്കാത്ത അമൃതാകുന്ന ആ അമ്മയെ, ആ ഒരു അമ്മയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെന്താ? നേത്രോജ്വലാം. അമ്മയ്ക്ക് 3 കണ്ണുകൾ ഉണ്ടല്ലേ? എന്താണ് 3 കണ്ണുകള്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അല്ലെ? നമ്മളെ കഴിഞ്ഞു പോയത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്. സൂര്യൻ, അഗ്നി, ചന്ദ്രൻ, ഇതെല്ലാം തന്നെ അമ്മയുടെ 3 കണ്ണുകളായിട്ട് പറയപ്പെടുന്നു. ദേവിയെ ഞാൻ ഇതാ വന്നിക്കുന്നു. അമ്മയ്ക്കെല്ലാം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതായത് നമ്മുടെ എല്ലാം പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാളേ ഉള്ളൂ, സാക്ഷാൽ ഭഗവതിയാണ്, നമ്മുടെ അമ്മയാണ്, അല്ലെ? നമ്മുടെ എല്ലാം അറിയുന്നവളാണ്. അപ്പൊ ദേവിയെ നമസ്കരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല. നമുക്ക് എന്തറിയാം? നമ്മൾ എവിടെ നിന്ന് വന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ഈ മധ്യഭാഗം മാത്രമേ നമുക്കറിയാവൂ. നമ്മൾ ജീവിക്കുന്നു, നാളെ എന്ത് വരും, അടുത്ത സെക്കൻഡിൽ എന്ത് വരും നമുക്കറിയില്ല. അപ്പൊ ഇത് അറിയുന്ന ആളിന് ശരണാഗതി ചെയ്താൽ അമ്മയ്ക്കറിയാം നമുക്ക് എന്താ വേണ്ടെന്നില്ലേ? ആ ജീവനെ കുറിച്ച് ദേവി സർവജ്ഞ, അമ്മയ്ക്ക് എല്ലാം അറിയാം. ഞാൻ ആരാണ്, ഞാൻ ആരായിരുന്നു, അമ്മയുടെ സവിധത്തിൽ എങ്ങനെ എത്തിച്ചേരുന്നു, എന്റെ കർമ്മങ്ങൾ എന്തൊക്കെ, എന്നെ എങ്ങനെ ശുദ്ധീകരിക്കണം, ഇത് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അമ്മ എന്താ? സാന്ദ്ര കരുണ, സമാനാധിക വർജിത, അല്ലെ? ആ സാന്ദ്ര കരുണ, അമ്മ നമ്മൾ പറയുമ്പോൾ തന്നെ സാന്ദ്രമായിരിക്കുന്ന ആ ഒരു പൂർണ്ണ കരുണയോടുകൂടി ഒരു അമ്മയ്ക്കുള്ളത് മാത്രമാണത്.
സമാനാധിക വർജിത. എനിക്കൊന്നും പറയാനില്ല, വന്ദിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അമ്മ. ഒന്നും, കാരണം തന്റെ മക്കൾക്ക് എന്ത് എപ്പോൾ എത്ര വേണം എന്നുള്ളത് അറിയുന്ന ഏക വ്യക്തി അമ്മയാണ്. ആ കൈകളിലാകട്ടെ പുസ്തകം, പാശം, അങ്കുശധരം, ഇതെല്ലാം അമ്മ ധരിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇതെല്ലാം നിന്നെ രക്ഷിക്കാനാണ്, ഇത് ആയുധങ്ങളല്ല, നിന്റെ രക്ഷയ്ക്കാ ഞാൻ വച്ചിരിക്കുന്നതെന്ന് അമ്മ പറയുക. പുസ്തകം എന്താ? പുസ്തകം എന്ന് പറഞ്ഞ അറിവ്. പാശം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്. ഈ വേൾഡ്ലി കാര്യങ്ങളോടല്ല, നമ്മുടെ ബന്ധങ്ങളോടല്ല, പണത്തിനോടല്ല, ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് അല്ല, അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ടു ദേവി. അങ്കുശം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആ ഒരു നിയന്ത്രിക്കുന്നത്, നമുക്ക് ഡിസിപ്ലിൻ, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, നിരന്തരമായിട്ടുള്ള പൂജ, ധ്യാനം, ജപം. ഈ പ്രപഞ്ചത്തിൽ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ഒരു ഡിസിപ്ലിൻ തരണേ അമ്മ. എപ്പോ എനിക്ക് വഴിതെറ്റുന്നോ അങ്കുശം കൊണ്ട്, ആനയെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത്, ആന മനസ്സിന്റെ പ്രതീകമാണ് അല്ലെ, മനസ്സ് വിട്ടുപോകുമ്പോ, അമ്മയിൽ നിന്നത് മാറിപ്പോകുമ്പോ അമ്മയുടെ കയ്യിലിരിക്കുന്ന അങ്കുശം കൊണ്ട് എന്നെ നിയന്ത്രിക്കൂ അമ്മ. സൃഗ്ഭൂഷിതാമുജ്വലാം. കഴുത്തില് ഇട്ടിരിക്കുന്ന ഹാരങ്ങള്, ഇവിടെ ഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദേവിയുടെ നാമങ്ങളാകുന്ന ഖഡ്ഗങ്ങൾ തന്നെയാണ്. 15 നാമങ്ങളാണ് ആ ഒരു ഖഡ്ഗത്തിൽ കോർത്തിരിക്കുന്നത്. അഹങ്കാരത്തെ മുറിക്കുന്ന ജ്ഞാന ഖഡ്ഗമാണ് അമ്മ ധരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അമ്മയെ ജ്ഞാനസ്വരൂപിണിയായിട്ട്, അമ്മയുടെ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നതും എല്ലാം സാധകന്റെ ഉള്ളിലെ അറിവായിട്ട്, അമ്മയെ കാണുമ്പോൾ പൂർണ്ണ ജ്ഞാനസ്വരൂപിണിയാണ്. അതുകൊണ്ടാണ് അമ്മ പരബ്രഹ്മ സ്വരൂപിണി എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിന്റെ, അതായത് ശിവന് രൂപമെടുത്ത്, ശിവന്റെ രൂപം, ശിവനാകുന്ന ആ ഒരു മാറ്ററിൽ നിന്ന് എനർജി ആകുന്ന അമ്മ വന്നിട്ട് ആ ഒരു പ്രകാശം വിമർശ രൂപത്തിൽ നാമരൂപങ്ങളോടുകൂടി നമ്മളെ കാണിക്കുന്നത് ഇതാണ് കുഞ്ഞുങ്ങളെ, ഇതാണ്. കാരണം ഇതിൽ എന്റെ ആ ഒരു തത്വത്തെ നീ അറിയൂ. നീ തത്വം അസി. നീ ശരിക്കും പറഞ്ഞ അഹം ബ്രഹ്മാസി മനസ്സിലാക്കണമെങ്കിൽ നീ എന്നെ അറിയൂ. അമ്മയുടെ ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ ആയുധങ്ങൾ നോക്കൂ. കാരണം ഇത് എന്നിൽ വെക്കൂ നിങ്ങൾ അറ്റാച്ച്മെന്റ്. നിങ്ങൾ എന്തിനാണ് നശിക്കുന്ന സാധനങ്ങളിൽ അറ്റാച്ച്മെന്റ് വെക്കുന്നത്? അതല്ലേ നിങ്ങൾക്ക് ദുഃഖ കാരണമായിട്ട് തീരുന്നത്. നമ്മുടെ ഉള്ളിൽ അറിവായിട്ട്, ആ ദേവിയിൽ എത്താനുള്ള വഴികളായിട്ട് ആ പിരിഞ്ഞിരിക്കുന്ന ഈ മന്ത്രമാല അല്ലെ, നമുക്ക് അമ്മയുടെ അടുത്ത് എത്തണം. എങ്ങനെ? അറിവ് കൊണ്ടേ എത്താൻ പറ്റൂ. ദേവിയിൽ എത്താനുള്ള വഴികളായിട്ട് പരിണമിച്ചിരിക്കുന്ന ത്വാം ഗൗരിയും, അല്ലയോ ഗൗരി, അമ്മേ ദേവി, അവിടുന്ന് തന്നെയാണ് ത്രിപുര ദേവി അല്ലെ. ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം 3 പുരങ്ങളിലും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് അപ്പുറത്തുള്ള അല്ലയോ ദേവി, പരാത്പരകലാം, പരാത്പര കല അല്ലെ. ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന കലകളായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നത്, 36 തത്വങ്ങളായിട്ടിരിക്കുന്നത്, അതിനപ്പുറത്തിരിക്കുന്ന അവ്യക്തത്തിലിരിക്കുന്ന ശിവനോട് ചേർന്നിരിക്കുന്ന, ശിവന്റെ ഉള്ളിൽ ശിവൻ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ പോലും അമ്മയെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 3 പുരങ്ങളില് അതിനപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന അല്ലയോ ദേവി, പരാത്പരകലാം ശ്രീചക്ര സഞ്ചാരിണിയും, ശ്രീചക്രമാകുന്ന പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നവളെ, എന്റെ ശരീരമാകുന്ന ശ്രീചക്രത്തിൽ സഞ്ചരിക്കുന്നവളെ അല്ലെ. പ്രണവസ്വരൂപിണി, പ്രണവത്തിൽ അവസാനിക്കുന്ന ക്രീം ക്ലീം ഒക്കെ തന്നെ അവിടുത്തെ പരാത്പര കലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോ നിശബ്ദത്തിൽ നിന്ന് ആദ്യ ശബ്ദമായിരിക്കുന്ന പ്രണവത്തിലൂടെ ഇവിടെയുള്ള എല്ലാ നാദങ്ങളും അവിടുത്തെ പരാത്പര കലയാണ്. അല്ലയോ ദേവി, ഈ പ്രപഞ്ചമാകുന്ന ശ്രീചക്രത്തിന് കാരണമായിരിക്കുന്നത് അമ്മയാണ്. സദാ അമ്മ പല രൂപത്തില്, പല പേരില് ഈ ശ്രീചക്രത്തിലൂടെ, അതായത് ഈ ശ്രീചക്രം എന്ന് പറഞ്ഞ പ്രപഞ്ചമാകുന്ന ശ്രീചക്രം, നമ്മളാകുന്ന ശ്രീചക്രം അല്ലേ, അതിലൂടെ സഞ്ചരിക്കുന്നു. അതായത് നമ്മളിലൂടെ എങ്ങനെയാ സഞ്ചരിക്കണം അമ്മ? നമ്മളിലെ പ്രാണനിലൂടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂലാധാരം മുതൽ ശരീരമാകുന്ന ഈ ശ്രീചക്രത്തിലെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇവിടെ എല്ലാം അമ്മ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഉപപ്രാണന്മാരായിട്ട് അമ്മ തന്നെയല്ലേ അമ്മ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ഭൂചക്രത്തിലും ശരീരമാകുന്ന ശ്രീചക്രത്തിലും അവിടുത്തെ ചലനമാണ് ശക്തി. അപ്പോ എന്താണ് ആ ഒരു ഡയമെൻഷൻ? അതായത് ഉപാസകൻ അറിയണം, നമ്മുടെ പ്രാണനും വിശ്വപ്രാണനും ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ എവിടെയാ ലയിക്കുന്നത്? വിശ്വപ്രാണനിൽ ലയിക്കുന്നു. അവസാനം എല്ലാം തന്നെ ആ ഒരു ബ്രഹ്മരന്ധ്രത്തില് ആത്മാവിന് കൊടുക്കുന്ന ആ തത്വത്തെയാണ് ഏറ്റവും വലിയ മഹാനൈവേദ്യം എന്ന് പറയുന്നത്. ആരാ ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്നത്? സാക്ഷാൽ ശിവൻ അല്ലെ. കൈലാസവാസിയായിരിക്കുന്ന ശുദ്ധ ബ്രഹ്മമാകുന്ന, ശുദ്ധ ബോധമായിരിക്കുന്ന ആ സദാശിവ കലയില് ഈ പ്രപഞ്ചമാകുന്ന 36 കലകളും ലയിച്ചു ചേർന്ന് ശുദ്ധ ബോധമാകുന്ന ആ കാമേശ്വരനായി മാറിയ ഭഗവാൻ ആരായിട്ട് തീരണു? ശുദ്ധ പരശിവനായിട്ട് തീരുകയാണ് നമ്മുടെ സഹസ്രാര പത്മത്തില് എത്തുമ്പോൾ.
അപ്പൊ ആ ഒരു മഹാനൈവേദ്യം നമുക്ക് ഇതേ കൊടുക്കാനുള്ളൂ. ഈ അറിവാണ് അമ്മയ്ക്ക് നമ്മൾ നൈവേദ്യമായിട്ട് കൊടുക്കുന്നത്. അതായത് പഞ്ചഭൂത ശുദ്ധി വരുത്തുമ്പോൾ പഞ്ചഭൂതങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മള്, ഇല്ലേ? നമ്മുടെ ആ ഒരു ചക്രങ്ങളിലൂടെ ഭൂമി, ജല, അഗ്നി, ആകാശ, വായുവിനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഞാൻ എന്ന് പറയുന്ന ബോധം. അപ്പൊ നമുക്ക് ഞാൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? ആ ഞാനിനെ സമർപ്പിച്ച ഈ ചെറിയ ഞാൻ, അല്ലെ, ലിമിറ്റഡ് ആയിരിക്കുന്ന ബോധമായിരിക്കുന്ന ഞാനിനെ നമ്മൾ സഹസ്രാര പത്മത്തില് ആ ഭഗവാന്റെ ഉള്ളില് ദേവിയിലൂടെ സമർപ്പിച്ചു കഴിയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഉയർന്ന മഹാനൈവേദ്യം. അപ്പൊ ഈ ശുദ്ധ ശക്തിമാല അപ്പം എങ്ങനെയാണ് നമ്മൾ ജപിക്കേണ്ടത്? ഓം അസ്യശ്രീ ശുദ്ധ ശക്തിമാല മഹാമന്ത്രസ്യ ഉപസ്ഥേന്ദ്രിയ അധിഷ്ഠായി വരുണാദിത്യ ഋഷി ദേവി ഗായത്രി ഛന്ദഃ സാത്വിക കകാര ഭട്ടാരിക പീഠസ്ഥിത കാമേശ്വരാംഗ നിലയ മഹാകാമേശ്വരി ലളിത ഭട്ടാരിക ദേവത ഐം ബീജം ക്ലീം ശക്തി സൗഹു കീലകം മമ ഖഡ്ഗ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. മൂലമന്ത്രം കൊണ്ട് ഷഡംഗന്യാസം, ഹൃദയന്യാസം, അതായത് ഷഡംഗം എന്ന് പറയുമ്പോഴത്തേക്ക് അംഗന്യാസം, കരന്യാസം രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ ധ്യാന ശ്ലോകം. അപ്പൊ നമുക്ക് ധ്യാന ശ്ലോകം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഖഡ്ഗമാലയുടെ ധ്യാന ശ്ലോകം താദൃശം ഖഡ്ഗമാപ്നോതി ഏന ഹസ്തസ്ഥിതേന വൈ അഷ്ടാദശ മഹാദ്വീപ സാമ്രാട് ഭോക്ത ഭവിഷ്യതി ആരക്താഭാം ത്രിനേത്രാം അരുണിമവസനാം രത്ന താടങ്ക രമ്യാം ഹസ്താംഭോജൈസ പാശാങ്കുശ മദന ധനുസായകൈ വിസ്ഫുരന്തീം ആപീനോത്തുംഗ വക്ഷോരുഹാം ഖലസ ലുഡ താര ഹാരോജ്വലാംഗീം ധ്യായേത് അംബോരുഹസ്താം അരുണിമവസനാം ഈശ്വരീം ഈശ്വരാണാം. പിന്നെ നമ്മൾ പഞ്ചോപചാര പൂജ ചെയ്യണം. ലം ഇത്യാദി പഞ്ച ഉപചാര പൂജ കുര്യാത്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് യഥാശക്തി മൂലമന്ത്രം ജപിക്കണം. ജപിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഖഡ്ഗമാല വായിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, ഞാൻ ദേവിയോട് എന്റെ ഖഡ്ഗം ചോദിക്കുന്നു. മമ ഖഡ്ഗ സിദ്ധ്യർത്ഥേ, എന്റെ ഖഡ്ഗം മമ എന്നാ പറയുന്നത്. അപ്പൊ ഈ ദേവിയുടെ കയ്യിലിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? എന്റെ ഈഗോ, എന്റെ അഹങ്കാരത്തെ വെട്ടിക്കളയാൻ ആരാണോ ഈ ഖഡ്ഗം പിടിച്ചിരിക്കുന്നത് അവർക്ക് എന്താണ്? സാമ്രാട്ട് എന്ന പദവി ലഭിക്കും എന്നാ പറയുന്നത്. അപ്പൊ 18 ദ്വീപുകൾക്ക് അധിപനായി തീരും. 18 ദ്വീപുകള് എന്താണ്? 18 ദ്വീപുകള് 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, അഷ്ടപാശങ്ങള്. അപ്പൊ ഈ ബോണ്ടേജസിനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ദ്വീപായിട്ട് പറയുന്നത്. അപ്പോ ഈ പാശം ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ്, അല്ലേ? പുറത്തു നിന്നുള്ള അറിവ് നമുക്ക് കൊണ്ടുവരുന്ന ജ്ഞാനേന്ദ്രിയങ്ങള്, അതനുസരിച്ച് മനസ്സിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച കർമ്മേന്ദ്രിയങ്ങൾ അത് ചെയ്യുന്നു. അപ്പൊ ഈ 18 ദ്വീപുകള് എന്റെ ഉള്ളിലാണ്. ഇവയുടെ സാമ്രാട്ടായിട്ട് വാഴും ഞാൻ. അപ്പൊ സാമ്രാട്ടായിട്ട് വാഴുന്ന് പറഞ്ഞാൽ എന്റെ അധീനതയിലിരിക്കും, എന്റെ നിയന്ത്രണത്തിലിരിക്കും. എന്താ? ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ പാശം. അതുകൊണ്ടാണ് അമ്മ എനിക്ക് മമ ഖഡ്ഗ സിദ്ധ്യർത്ഥേ, ആ ഖഡ്ഗം എനിക്ക് തരൂ, എന്റെ ഈഗോയെ ഇല്ലാതാക്കൂ, ഞാൻ എവിടെയൊക്കെയാണോ എന്റെ പാശം കെട്ടിവെച്ചിരിക്കുന്നത് അതെനിക്ക് വെട്ടിക്കളയാൻ പറ്റട്ടെ. അപ്പൊ പിന്നെ പാശം നമ്മൾ എവിടെയാ വെക്കുന്നത്? അമ്മയുമായിട്ടല്ലേ, അമ്മയുടെ പാദപത്മങ്ങളില്. അപ്പോൾ നമ്മൾ ഈ ദ്വീപുകളിലെ രാജാവായിട്ട്, സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ രാജാതിരാജൻ, സാമ്രാട്ടായിട്ട് വാഴും. തീർച്ചയായിട്ടും അമ്മയോടാണ്. അമ്മ പ്രപഞ്ചത്തിലെ എന്താ? ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, മഹാരാജ്ഞിയാണ് അമ്മ. അപ്പൊ സാമ്രാട്ടായിട്ടിരിക്കുന്ന ആളിന്റെ ഭാര്യയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ദേവി സ്വന്തമായി കഴിഞ്ഞാൽ നമ്മൾ ആരാ? നമ്മള് സാമ്രാട്ടായി തീരും. അപ്പൊ ബോണ്ടേജ, പാശങ്ങളാണ് നമ്മളെ ഇവിടെ ബന്ധിതമാക്കി പശുരൂപത്തിലെ ജീവനെ ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ? ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും തന്നെയാണ്. അപ്പൊ ഈ ദ്വീപുകളെല്ലാം എൻ്റെ ഉള്ളിലാണ്. അപ്പോ ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ? ജലം, ജലത്താൽ ചുറ്റപ്പെട്ടത്, അതിനെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജലം എന്ന് പറയുന്നത് കാരണജലമാണ്. അപ്പൊ മഹാവിഷ്ണു ശയിക്കുന്നത് കാരണജലധിയിലാണ്, പാൽക്കടലിലാണ്, അല്ലെ? അതില് എന്താ പറയാ, എന്നെ ഒരു ദ്വീപിനെ പോലെ സംരക്ഷിക്കുന്നു. അപ്പോ ആ രക്താഭം, ചുവന്ന പ്രഭ, ആ രക്താഭം എന്ന് പറഞ്ഞാൽ അരുണാം. നമ്മൾ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറയുമ്പോൾ അരുണം, ചുവപ്പ്, അല്ലെ?
അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ചുവന്ന നിറം എന്ന് പറയുന്നത് ദ മീനിങ് ഓഫ് സാക്രിഫൈസിങ് ഓൺസ് ഓൺ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ആ ഒരു ഡൂവർഷിപ്പ്, ആ ഒരു കർത്തൃത്വ ഭോക്തൃത്വ ഭാവത്തെ നമ്മൾ സറണ്ടർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ പ്രപഞ്ചത്തില് അമ്മ ആരാണ്? കാലസ്വരൂപിണിയാണ് അല്ലേ? എല്ലാ സമയവും ആ അമ്മ തന്ന, അതായത് നമ്മൾ അമ്മയെ ഓർക്കണം. നമ്മൾ ആ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാകാളി എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിന്റെ ആ പരിധിയിൽ നിൽക്കുന്നവൾ. കാലം ഉണ്ടാകുന്നത് എവിടുന്നാ? കാലസംഘർഷണിയിൽ നിന്നാണ് അല്ലെ? കാലത്തിന്റെ കാലം എന്ന് പറയുന്നത് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ദശമഹാവിദ്യകളിലെ ആദ്യത്തെ രൂപം അമ്മയുടെ കാളി സ്വരൂപമാണ്. അപ്പോൾ നമ്മള് നമ്മുടെ ഈ ഒരു ചെറിയ നീർക്കുമുള പോലെയുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം ഒഴുകുന്നത്, പോകുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നിൽക്കുന്നത് എല്ലാം എന്താ? ഈ കാലത്തിലാണ്. അപ്പൊ നമ്മൾ ഈ കാലത്ത് നിൽക്കുമ്പോ എന്താ വേണ്ടേ? ആ 24x7 24 മണിക്കൂറും നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഈ അമ്മയിൽ ഇരുന്നു കൊണ്ടാണ്. അമ്മയെ ഓർമ്മിക്കണം നമ്മള്. കാരണം അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ മാത്രം ഈശ്വരന് കൊടുത്താൽ പോരാ. ഈശ്വരനിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാല് 36 തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലം. ആ കാലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം കാലത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ എല്ലാ സമയം നമ്മൾ അമ്മയെ ഓർക്കണം. ഒരു ദിവസം 24 മണിക്കൂറും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായി ചെയ്യണം. ഈശ്വരാർപ്പണം ന ഇച്ഛയാകൃതം. നമ്മുടെ സ്വന്തം ഇച്ഛയല്ല, അമ്മയുടെ ഇച്ഛ നടക്കട്ടെ അല്ലെ? അമ്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ എന്താ? തൃനേത്രം. ഇപ്പൊ കാലത്രയങ്ങളെ അറിയുന്നവൾ അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു തൃനേത്രം, 3 കണ്ണുകളോട് കൂടിയവൾ തൃനേത്രം. എന്താണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അപ്പോൾ കാലത്രയങ്ങൾ, നമ്മുടെ മുമ്പ് എന്താണ്, വരാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഇപ്പോഴെന്താണ്, ഇതിനു മുമ്പേ എന്തായിരുന്നു, ഇനി എന്താകും, എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന കാലസ്വരൂപിണിയാണ് അമ്മ. അരുണിമ വസനാം, ചുവന്ന വസ്ത്രം ധരിച്ചവള്. രത്ന താടങ്കങ്ങൾ ധരിച്ച് ഹസ്തങ്ങള്, അതായത് താമരപ്പൂവുകൾ പോലെയുള്ള ഹസ്തങ്ങള്. ഹസ്താംഭോജൈ പാശ അങ്കുശ മദന ധനു. പാശം, അങ്കുശം, ധനുസ്, 5 ശരങ്ങള്. സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി അല്ലേ? ആ ഉയർന്ന വക്ഷോരുഹത്തിൽ അണിഞ്ഞിരിക്കുന്ന ഹാരങ്ങള്. ആ ഭഗവതിയെ ഞാനിതാ ധ്യാനിക്കുന്നു. ധ്യായേത് അംബോരുഹസ്താം അരുണിമ വദനം, അതായത് ചുവന്ന മുഖത്തോടുകൂടി, അരുണവസനം, ചുവന്ന വസ്ത്രത്തോടുകൂടി. അപ്പൊ ഇങ്ങനെയുള്ള ദേവിയെ ഞാൻ എന്താണ്? എൻ്റെ ഉള്ളില് ധ്യാനിക്കുന്നു. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ധീയുടെ അയനം. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സല്ല, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ധിയോ യോന പ്രചോദിതമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് നമ്മള് നമ്മുടെ ചിന്തകളെ, മനസ്സിനെ പുറത്തേക്ക് വിടാതെ ദേവി തന്നെ നിർത്തുന്നു. ഇപ്പൊ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞാല് ഋഷി, ഛന്ദസ്, ദേവത എല്ലാം പറയണം. ആ 15 ഖഡ്ഗമാലകളുണ്ട് ഇതില്. ആ ശുദ്ധ ശക്തിമാലകള് 15 എണ്ണം ഉണ്ട്. 5 വീതമാണ് 15 എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമഃ ചേർത്ത് അല്ലെ? അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. സ്വാഹ ചേർത്ത്, പിന്നെ തർപ്പയാമി നമോന്തമാല. അപ്പൊ ഇതെല്ലാം തന്നെ ഈ 5 വെച്ചിട്ട് 15 ജയാന്ത മാലയിലാണ് അത് അവസാനിക്കുന്നത്. ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ 5 തരത്തില് നമ്മൾ ആമാവാസി തുടങ്ങി പൗർണമി വരെ പഞ്ചദശി മന്ത്രത്തിന്റെ ബീജങ്ങൾ കൂട്ടി ജപിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഈ പഞ്ചദശി മന്ത്രമാല എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ദിവസം നമ്മൾ കകാര പട്ടാരിക തുടങ്ങി 15 അക്ഷരങ്ങള് 15 ദിവസം ഓരോ നിത്യകള് ഖഡ്ഗം വെച്ചിട്ട് ശരീരമാകുന്ന നമ്മുടെ ഈ ലിമിറ്റഡ് ആയിരിക്കുന്ന ബോധത്തെ അല്ലെ? നമ്മുടെ ശരീരത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? കാരണം ശരീരം എന്നത് തന്നെ ഒരു ലിമിറ്റേഷൻ ആണ്. എപ്പോഴാണ് ഈ ശരീരം പോകുമ്പോഴും നമ്മൾ അൺലിമിറ്റഡ് ആയി തീരുകയാണ്. ഈ ലിമിറ്റഡ് ബോധത്തെ ഇല്ലാതാക്കുന്നു. ഓരോ ദിവസവും ഈ നിത്യകള്, ആരെ നിത്യകൾ എന്ന് പറയുന്നത്? അമ്മയുടെ സ്വരൂപം മഹാനിത്യയായിരിക്കണ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് ഈ 15 നിത്യകളായിട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന ഖഡ്ഗം, അവരെ ധ്യാനിക്കുമ്പോൾ അവരെന്താണ്? അവരുടെ ഖഡ്ഗം വെച്ച് ശരീരമാകുന്ന നമ്മുടെ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ്സ്, ആ ലിമിറ്റേഷൻസ് എല്ലാത്തിനെയും ആ ബോധത്തെ ഇല്ലാതാക്കണോ. ആദ്യം ശുദ്ധ ശക്തി, രണ്ടാമത് ആദ്യത്തെ മാലയാണ് നമ്മൾ ശുദ്ധ ശക്തിമാല, രണ്ടാമത്തത് അവര് ശിവമാല എന്ന് പറയണു, മൂന്നാമത്തത് മിഥുനമാല എന്ന് പറയണു. ശിവശക്തി സാമരസ്യമാണ് അവിടെ പറയണത്. അപ്പോ ആ ശക്തി എന്താ? ശിവനെ പകുത്തെടുത്തിരിക്കുകയാണ്.
അപ്പൊ ബാക്കി പകുതി കൂടെ വിഴുങ്ങാനുള്ള വ്യഗ്രതയാണ് അമ്മയുടെ ഈ പ്രപഞ്ച നാടകം എന്നാണ് ആചാര്യസ്വാമികള് സൗന്ദര്യലഹരി പറയുന്നത്. ആ ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ളത് പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ ബന്ധിക്കാൻ കാരണമാവുകയാണ്. എന്നാൽ അതിന്റെ തത്വം അറിഞ്ഞാൽ അത് മുക്തിക്ക് വഴി തെളിയും. ഇത് അറിഞ്ഞുകൊണ്ടാണ് ശിവനെന്നും ശക്തിയെന്നും ജഗത്തിന്റെ മാതാപിതാക്കളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ പരമ്പര നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പരമ്പര, അതായത് ശിവനിൽ നിന്നും ശക്തിയിൽ നിന്നുമാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്ന് കണ്ടാല് എന്താണ്, നമ്മുടെ ആദി മാതാപിതാക്കള് അവരിൽ നമുക്ക് ചെന്ന് ചേരണം. അമ്മയിലൂടെ നമ്മൾ എവിടെയാ ചെന്ന് ചേരുന്നത്? അച്ഛനിലേക്ക്. അപ്പോ ആ അച്ഛനിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ആ ഒരു കുലപഥത്തിലൂടെ, മൂലാധാരം എന്ന് പറഞ്ഞ കുലം, അകുലം എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മമാണ്. അപ്പൊ നമ്മുടെ ഒരു യാത്രയുണ്ട്, ഒരു ജീവന്റെ യാത്രയാണത്. അപ്പൊ ആ ഒരു മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി ആജ്ഞയിലൂടെ സഞ്ചരിച്ച് സഹസ്രാര പത്മം, അതായത് കൈലാസവാസിയായിരിക്കുന്ന, ശുദ്ധബോധമായിരിക്കുന്ന ആ തലത്തിലേക്ക്, ശരീരബോധം വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശുദ്ധബോധമാണ് അല്ലേ? അവിടെയാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്യൂരിഫൈയിങ് പ്രോസസ്സ് കഴിഞ്ഞ് ശുദ്ധമായിരിക്കുന്ന ആ ചൈതന്യം ആ മൂലാധാരത്തില്, ആ ഒരു 3.5 ചുറ്റായിട്ട് കിടന്ന ആ ദേവിയെ നമ്മൾ ഉണർത്തിക്കൊണ്ട് ആ ഒരു സഹസ്രാര പത്മത്തിലെ കുലപഥത്തിലൂടെ ദേവിയുടെ യാത്രയാണ് കുലസഞ്ചാരിണി, കുലബിധ്വ, കുലത്തെ ഭേദിച്ചുകൊണ്ട് അകുലമായിരിക്കുന്ന, കുലങ്ങളൊന്നുമില്ലാത്ത അല്ലെ, ഭഗവാന് കുലമില്ല, ഗോത്രമില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്മശാനവാസിയാണ് അല്ലെ, കുലഗോത്രങ്ങളില്ല, ജനിച്ചിട്ടില്ല, ആ ഒന്നുമില്ലാത്ത ഭഗവാൻ. അശുദ്ധ ബോധത്തില് ആ നമ്മുടെ ശക്തി, അതായത് നമ്മുടെ ഒരു ചെറിയ ജീവൻ എന്ന് പറയുന്ന ആത്മശക്തി. അപ്പൊ എന്താ പ്രാണൻ എന്താ സംഭവിക്കുന്നത്? പ്രാണൻ വിശ്വപ്രാണനിലേക്കും ജീവൻ എന്ന് പറയുന്ന ചെറിയ ഒരു ദീപം, ഒരു ചൂടും പ്രകാശവുമുള്ള ഒരു ചെറിയ ഒരു വസ്തുവാണ് നമ്മൾ ജീവൻ. നമ്മുടെ ഉള്ളിൽ അത് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ആ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ഈ ശരീരത്തെ ശവം എന്ന് പറയുന്നത്. അപ്പൊ ശിവനായിട്ട് തീരണമെങ്കിൽ എന്ത് വേണം? മംഗളസ്വരൂപമായിരിക്കണം ഈ ചെറിയ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഇച്ഛാജ്ഞാന, ക്രിയാശക്തി, ചൈതന്യം, എനർജി, എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ പറയാം. അപ്പൊ ഈ ഒരു ഖഡ്ഗമാല സ്തോത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഖഡ്ഗമാകുന്ന ആ എന്താ പറയാ, അറിവിന്റെ ഖഡ്ഗം കൊണ്ട് പാശങ്ങളെ നമ്മൾ മുറിച്ചു കളഞ്ഞ്, അല്ലെ, നമ്മുടെ ആ ഒരു സ്ട്രിങ്സ്, എന്തൊക്കെയാണ് അറ്റാച്ച്മെന്റ്, അഷ്ടപാശങ്ങൾ എന്ന് പറയാറുണ്ട്, അതിനെ മുറിച്ച് ആ ഒരു ശരീരബോധത്തിൽ നിന്ന് ഉയർന്ന് ആ മൂലാധാര സ്ഥിതിയായിരിക്കുന്ന ദേവിയെ, അത് നമ്മുടെ ആത്മാവാണെന്നറിഞ്ഞ്, അപ്പൊ നമ്മൾ തന്നെ, ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ഐ കോൺഷ്യസ്നെസ്, നമ്മളത് ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദേവി ശിവനുമായിട്ട് ഐക്യം ചെയ്ത് ആ ഒരു എന്താ പൂർണ്ണമായിരിക്കുന്ന അമൃതത്വത്തിലേക്ക്, മൃതമല്ലാത്ത അവസ്ഥ, ശരീരം മൃതമാണ്, ജഡമാണ്, അത് നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അധിക സമയം ഇവിടെ കടത്താൻ പറ്റില്ല. എന്നാൽ അമൃതത്വമുള്ള ഈ ജീവൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മരണമില്ല എന്ന് തോന്നുന്നത്. ആ ജീവന്, മരണമില്ലാത്ത ജീവനെ ശിവനുമായിട്ട് ഐക്യപ്പെടുത്തി ശിവശക്തി ഐക്യരൂപിണി, ആ ശിവശക്തി സാമരസ്യത്തില് ആ തന്റെ നിത്യമായിരിക്കുന്ന ആനന്ദം, അതിനെയാണ് സത്ത് ചിത്ത ആനന്ദം, സച്ചിത്ത ആനന്ദം, സച്ചിദാനന്ദം. അപ്പൊ അതില് പൂർണ്ണമായിട്ടുള്ള ലയനത്തെയാണ് നമ്മള് പൂർണ്ണ മോക്ഷം. അപ്പൊ ദേഹിക്ക് പിന്നെ ആ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദേഹയാത്ര പിന്നെ ഇല്ല. ഉപ്പുപാവ കടലിൽ ചെന്ന് കടലുമായിട്ട് ലയിച്ച പോലെ ആ ഒരു പൂർണ്ണ സമുദ്രത്തിലെ ഒരു തുള്ളി ജലം ആ സമുദ്രമായിട്ട് തീരുന്ന പോലെ നമ്മുടെ ഈ ചെറിയ ബോധം, അതായത് അതും പൂർണ്ണമാണ്. അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം പറയുന്നത്. ആ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു ചെറുത്, പക്ഷെ ബൃഹത്തായിരിക്കുന്നത് ബ്രഹ്മം, ചെറുതായിരിക്കുന്നത് നമ്മുടെ ലിമിറ്റഡ് ശരീരമാകുന്ന ആ ഒരു അതിർത്തികളെ ഭേദിച്ചുകൊണ്ട്, ത്രിപുടിയെ ഭേദിച്ചുകൊണ്ട് ശിവനുമായിട്ട് യോജിച്ച് പൂർണ്ണമായിരിക്കുന്ന, ഇത് പഞ്ചദശി എന്ന് പറയുന്നത് എന്ത്? മോക്ഷമന്ത്രമാണ് ഇല്ലേ? അപ്പൊ ആത്മജ്ഞാനമാണ്, ബ്രഹ്മവിദ്യ പ്രദായിനിയാണ് അമ്മ. അപ്പൊ അമ്മയുടെ ലക്ഷ്യം നമ്മളെ എല്ലാവരെയും ആ സത്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് അമ്മയുടെ കടമ. അത് അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? നമ്മള് പൂർണ്ണമായിട്ട് ദേവിക്ക് സറണ്ടർ ചെയ്യുക, ശരണാഗതി ചെയ്യുക അല്ലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ, നമ്മളെ പരിത്രാണനം ചെയ്യുന്നവള്, ശരണാഗതരെ കൈവിടാത്ത അമ്മ, നമ്മുടെ അമ്മ അല്ലെ? പൂർണ്ണമായിട്ട് നമ്മളെ അവിടെ എത്തിച്ചേർക്കും. ഈ ഖഡ്ഗമാല എന്ന് പറയുന്നത് വളരെ വളരെ മാജിക്കൽ അല്ലെ? ഒരു മാജിക്കൽ സൗണ്ട്സ് ആണ് അതിലുള്ളത്. ഒരുപാട് പേര് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കും അത് ജപിച്ച് നമ്മുടെ പൂർണ്ണത്വത്തിലേക്ക് പോയി, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണം ഏവ അവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഈ നാനാരൂപത്തിലുള്ള ജഗത്തില് എല്ലാ വസ്തുക്കളും പൂർണ്ണമാണ്, എല്ലാവരുടെ ഉള്ളിലും പൂർണ്ണമാണ്. അപ്പോൾ എന്തെടുത്താലും കുറയാത്ത ഒരു പൂർണ്ണത്തില്, അപൂർണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ശരീരബോധത്തിൽ നിന്ന് രക്ഷ നേടി ആ പൂർണ്ണത്വത്തില് ലയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ പരാശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.